Yesterday, I had a small accident. Actually, we were not accident in the sense of vehicle driving and all. So, നമ്മൾ ഇന്നലെ നമ്മുടെ ബിൽഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ഒക്കെ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ ഓഫീസിന്റെ അലൈൻമെന്റ് അനുസരിച്ചിട്ട് രണ്ട് ഡയറക്ടേഴ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. അപ്പൊ ഞങ്ങൾക്ക് മുഖാമുഖം കാണണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അലൈൻമെന്റ് ഒന്ന് മാറ്റാന്ന് വിചാരിച്ചു. സോ ഞാൻ ആ ടേബിൾ ഇങ്ങനെ പുറത്തേക്ക് എടുത്തു. പിള്ളേരൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് രണ്ടാമത്തെ തിരിച്ച് ടേബിൾ ഇടുമ്പം ഇവർക്ക് ബാക്ക് കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പിടിക്കാന്നും പറഞ്ഞു. കൂട്ടത്തിൽ ശരീരമുള്ളവനാണല്ലോ. അങ്ങനെ ഡയറക്ടർ തന്നെ ഇറങ്ങി പിടിച്ച. അതുകൊണ്ട് എന്തുണ്ടായി? ഗ്ലാസ് പൊട്ടി. അവിടെ അതായത് എന്റെ ക്യാബിനായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ക്യാബിന്റെ ഗ്ലാസ് പൊട്ടി. അപ്പൊ ഈ ഗ്ലാസ് ടെമ്പേർഡ് ഗ്ലാസ് അല്ല, സോറി, ടഫൻ ഗ്ലാസ് ആണത്. അപ്പൊ ഇങ്ങനെ ചിന്നിച്ചിതറിയ പൊട്ടും, അല്ലാതെ കോർത്ത് കൊണ്ടൊന്നും കയറത്തില്ല. ഈ ചിന്നിച്ചിതറി പൊട്ടുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയാ, ഫുൾ ഗ്ലാസ് പൊടിയാ. അപ്പൊ പൊട്ടി വീണ് കഴിഞ്ഞപ്പോൾ ദേഹത്തൊക്കെ വീണു. അപ്പൊ നമ്മള് പെട്ടെന്ന് എന്ത് ചെയ്യും? തുടച്ചു കഴിയുമ്പോഴത്തേക്കും ഇത് ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് ഇരിക്കുന്നത്, താഴേക്കുള്ളാണ് താഴേക്കോ, മേളിലേക്കുള്ളാണെങ്കിൽ കൊണ്ടുവരാം. അപ്പോഴാണ് മനസ്സിലാതോ കൊണ്ടുകയറും. ഞങ്ങൾ ഗ്ലൗസ് ഒക്കെ മേടിച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ പൊളിച്ച് കളയാൻ നോക്കി. അപ്പൊ കുറെയൊക്കെ പിന്നെ വന്ന് ദേഹത്ത് വീണ്. ഈ സാധനമൊക്കെ വന്ന് ദേഹത്ത് വീണ് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ചോര പൊടിയാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഫുൾ പണിയൊക്കെ കുറെ നാളത്തെ ടെൻഷൻ ആയിരുന്നല്ലോ പണി. ഐ മീൻ ഇറ്റ് ഹാസ് ബിൻ ദെയർ ഫ്രം മേ ബി 1 year ആയിട്ട് ഇതിന്റെ ഓരോരോ സ്റ്റേജ് നടന്നു നടക്കും. ഇന്നലെ ഒന്ന് തീർന്നു എന്ന് സമാധാനിച്ചിരുന്ന ദിവസമാണ് ഇത് പൊട്ടുന്നത്. ദെൻ ഐ വാസ് വെരി ഡൗൺ. അപ്പൊ ഞാൻ ഡയസിനോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നാളത്തെ ക്ലാസ് ക്യാൻസൽ ആവുന്നു. ഐ മീൻ ഐ തിങ്ക് മൈ GS ക്ലാസ് വാസ് ഓൾസോ ക്യാൻസൽ ടുഡേ. ഓക്കെ, ബട്ട് റൈറ്റ് നൗ മറ്റേ ഓപ്പൺ ഓഫീസ് കൺസെപ്റ്റ് പോലെ തുറന്ന ഓഫീസാണ് എൻ്റെ. ആർക്ക് വേണം എപ്പോൾ വേണമെങ്കിലും വരാം. ഡോറുണ്ട്, ഡോറ് പൊട്ടിയില്ല. ഡോറിന് ഇപ്പുറത്തെ സൈഡാണ് പൊട്ടിയത്. Okay, so for those two students who are taking online classes, whenever you are coming to Island, there is an open office always there in the new building, which belongs to my office. അത് ശരിയാക്കാൻ പറ്റുന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് പെർ ആർക്കിടെക്ചർ ഡിസൈൻ ഇറ്റ് വാസ് എ 6 feet wide ഗ്ലാസ്, വലിയ ഗ്ലാസ്, and it is not possible to get through the staircase. വാട്ട് വി ഡിഡ് അറ്റ് ദാറ്റ് ടൈം വാസ് ദാറ്റ് ഫ്രണ്ട് കട്ടൊക്കെ ചെയ്ത് ഓപ്പൺ ആക്കി ഇട്ടിട്ട് ഏറ്റവും ലാസ്റ്റ് ആണ് ഫ്രണ്ടിലെ ഗ്ലാസ് ഒക്കെ ഇട്ട്. സോ ദ ഫ്രണ്ട് ഏരിയ വാസ് ത്രൂ വിച്ച് വി ആർ ടേക്കിംഗ് തിങ്സ് ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ്. ഇനിയിപ്പോ ആ ഗ്ലാസ് കട്ടെങ്കിൽ ഫ്രണ്ട് വീട് പൊട്ടിക്കണം. സോ ലെറ്റ്സ് സീ. അപ്പൊ അങ്ങനെ നല്ല രസമുള്ള ദിവസമായിരുന്നു ഇന്നലെ. ബട്ട് ഫൈനലി ഐ എം ഫൈൻ ഇൻ ദ സെൻസ് ദാറ്റ് ലൈക്ക് ഇങ്ങനെ വേദനയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് ഐ എം ഫൈൻ. But the day started in a very high mode. കാരണം I think day before yesterday we were here till night 2 and all. എല്ലാം സെറ്റൊക്കെ ചെയ്യാനായിട്ട്. അപ്പം എന്നിട്ട് ഞാൻ റീല് ഇട്ടു. I think somebody has actually seen. അപ്പം ഞാൻ റീൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പണി കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു റീൽ ഇങ്ങനെ ഇട്ടിരുന്നു. So many people started calling me even at 1:30 US ഫ്രണ്ടൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ പണിയാണെന്ന് നീ നാളെ പറഞ്ഞു ഇതായിരുന്നല്ലേ, നല്ല രസമുണ്ടായിട്ട് കാണാൻ. അപ്പൊ ഞാൻ ആ ഡേ കഴിഞ്ഞ തലേന്ന് നൈറ്റ് തീരുന്നത് രാവിലെ എണ്ണിക്കുന്നൊക്കെ ഭയങ്കര ഹൈ ആയിട്ടാ. എല്ലാരും ഇവിടെ വന്നിരുന്നു. ഞാനിങ്ങനെ സമാധാനമായിട്ട് ടേബിളൊക്കെ വന്നു. അങ്ങനെ അവൻ ഇനി തൊട്ട് സ്വസ്ഥമായിട്ടിരുന്ന് പിള്ളേരെ പഠിപ്പിക്കണം, വേറെ പരിപാടി ഇത് എടുക്കരുത്. അപ്പൊ അങ്ങനെ ഭയങ്കര ഹൈ ആയിട്ടിരിക്കായിരുന്നു. Then that day went from that high to the very low. And again നൈറ്റ് ആയപ്പോഴത്തേക്കും only good thing that I heard was that I had another friend in US. ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്. അപ്പൊ അവനും ഞാനും പല കൺസെപ്റ്റ്സും ഭയങ്കര സിമിലർ ഐഡിയാസ് ആണ്, എക്സെപ്റ്റ് വൺ. അപ്പം അവൻ ഒരിക്കലും കുട്ടികളെ വളർത്താൻ താല്പര്യമില്ല. നമ്മൾ കഴിഞ്ഞു പോയ ഒരു ജീവിതത്തിൽ കൂടെ വേറൊരു ഇൻഡിവിജ്വലിനെ കൂടെ കൊണ്ടുപോകാനായിട്ട് യാതൊരു താല്പര്യമില്ല എന്നാണ് അവൻ പറയുന്നത്. അപ്പം ഞാൻ അതിനെ എപ്പോഴും ഒപ്പോസ് ചെയ്യും. കുറെ നാൾക്ക് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷീസ് പ്രഗ്നന്റ്, ഐ മീൻ എക്സ്പെക്ടിങ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ ആയിരുന്നു അവർക്ക് കുട്ടി ഉണ്ടായത്. അപ്പൊ അത് ഞാൻ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഡേ ഭയങ്കര ഹൈയിൽ സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര ലോയിൽ പോയി. പിന്നെ ഞാൻ കുട്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അഗെയിൻ ഐ ഫെൽറ്റ് വെരി ഹാപ്പി. അതായത് അവൻ ആക്ച്വലി ഞങ്ങൾ ഒരുമിച്ച് എവിടെയും പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എന്ന് വെച്ചാൽ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചോ, കോളേജിൽ ഒരുമിച്ച് പഠിച്ചോ. നോ, അങ്ങനെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ എൻട്രൻസ് കോച്ചിങ്ങിൽ 10 ദിവസം നമ്മൾ ചെല്ലുമ്പോൾ കണ്ടുമുട്ടിയ പരിചയമാണ്. ബട്ട് വി യൂസ് ടു കണ്ടിന്യൂ ദ റിലേഷൻഷിപ്പ് ഫോർ എ ലോങ് ടൈം. ഐ മീൻ അവൻ US പോയിട്ടാണെങ്കിലൊക്കെ വി കണ്ടിന്യൂഡ് ബീയിങ് ദെയർ ഫോർ ഈച്ച് അതർ. എനിവേ, അപ്പം നമുക്ക് തിരിച്ച് നമ്മുടെ മില്ലിന്റെ അടുത്തേക്ക് വരാം അല്ലേ. മില്ലിന്റെ 5 ഐഡിയാസ് ആണ് മൊത്തം ഉള്ളതെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഐഡിയ, മില്ല് എന്തിനെ പറ്റി സംസാരിക്കുന്നത്?
യൂട്ടിലിറ്റേറിയനിസത്തെ പറ്റിയുള്ള മില്ലിന്റെ കൺസെപ്റ്റ്. അപ്പൊ അത് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം യൂട്ടിലിറ്റേറിയനിസം നോക്കി, അവിടുന്ന് അതിന്റെ ക്രിറ്റിസിസം നോക്കി, അതിന് അദ്ദേഹം പറയാൻ കൊടുത്ത മറുപടി നോക്കി. രണ്ടാമത് മില്ല് ലിബർട്ടിയെ പറ്റി പറഞ്ഞത്. മില്ല് ബേക്കർ എന്ന് പറയുന്ന തിങ്കറെ സംബന്ധിച്ചിടത്തോളം മില്ലിനെ എന്താണ്, എന്ത് ലിബർട്ടി, എം ടി ലിബർട്ടിയുടെ പ്രൊഫറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം അതേ സമയത്ത് തന്നെ മില്ലിനെ പറ്റിയുള്ള ഒരു വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇഫ് എനിവൺ ഈസ് ലിബറൽ ദാറ്റ് ഈസ് മിൽ. ആരെങ്കിലും ലിബർട്ടിക്ക് വേണ്ടി വാദിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു മില്ലാണെന്നാണ് പറഞ്ഞത്. ലിബറലിസം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ രണ്ട് ട്രേറ്റ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ നാച്ചുറൽ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് ലോക്കിന്റെ സമയത്ത് ഫോക്കസ് എങ്കിൽ, പിന്നീട് അത് യൂട്ടിലിറ്റേറിയനിസത്തിലേക്ക് മാറി ബന്ധം വരുമ്പോഴത്തേക്കും. അപ്പോഴും ലിബറലിസം ആസ് ആൻ ഐഡിയോളജിയിൽ കോർ തീം സിമിലറാ, എന്നാലും ഈ രണ്ട് പാത്തി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വീണ്ടും തിരിച്ച് ലിബർട്ടിയിലേക്ക് ഫോക്കസ് കൊണ്ടുവരുന്നത് മില്ലിന്റെ റൈറ്റിംഗിൽ കൂടെ. അപ്പൊ മില്ല് വന്നിട്ട് ലിബർട്ടിയുടെ ഇമ്പോർട്ടൻസ് ഐഡന്റിഫൈ ചെയ്യും, സ്റ്റേറ്റിന് ഇൻഡിവിജ്വൽസിനെ റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് എവിടൊക്കെ പോസിബിൾ ആണ്, എവിടൊക്കെ പോസിബിൾ അല്ല എന്ന് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മില്ല് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ ആക്ഷനെ സെൽഫ് റിഗാർഡിംഗ് എന്നും അതർ റിഗാർഡ് എന്നും ഐഡന്റിഫൈ ചെയ്തിട്ട് അത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? ഹാം പ്രിൻസിപ്പിൾ വെച്ചിട്ടാ. അതായത് എന്നെ ഹാം ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുവാണെന്ന് വിചാരിക്കുക, മറ്റുള്ള ഒരാളെ ഹാം ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ അതർ റിഗാർഡിംഗ് ആണ് മറ്റുള്ള ഒരാളെ ഹാം ചെയ്യുന്നത്. അവിടെ ആർക്ക് ഇടപെടാം? സ്റ്റേറ്റിന് ഇടപെടാം. പക്ഷെ എന്നെ ഹാം ചെയ്യുന്നത്, എന്നെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ സ്റ്റേറ്റിന് ഇടപെടാൻ പറ്റത്തില്ല. ഇതാണ് ജനറൽ പ്രിൻസിപ്പിൾ. അത് സെയിം ടൈം എന്താണ്, സെൽഫ് റിഗാർഡിങ്ങിലും ഇൻഡിവിജ്വലിന് ഇടപെടാനായിട്ടുള്ള സ്കോപ്പുകൾ ചില പ്രത്യേക സാഹചര്യത്തിൽ വേണമെങ്കിൽ സ്റ്റേറ്റിന് ഇടപെടാമെന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ഓൾമോസ്റ്റ് എവറി ആക്ഷൻ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ ഫസ്റ്റ് പോയിന്റ് ലുക്സ് ആസ് എ സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻ, ക്യാൻ ബി ഐഡന്റിഫൈഡ് ആസ് എൻ അതർ റിഗാർഡിംഗ് ആക്ഷൻ. ഞാൻ ചെയ്യുന്ന ആക്ഷൻ മൂലം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റേറ്റിന് എൻ്റെ പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? ഇടപെടാനായിട്ട് പറ്റും. അപ്പം സ്റ്റേറ്റിന് ഇടപെടാനേ പാടില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന മില്ല് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റിന് ഇടപെടാൻ ഒത്തിരി സ്കോപ്പ് കൊടുക്കുന്ന ഒരാളായി മാറി. അങ്ങനെയാണ് ലിബർട്ടിക്ക് വേണ്ടി ഒത്തിരി വാദിക്കുന്ന മനുഷ്യൻ എം ടി ലിബർട്ടിയാണ് പറഞ്ഞതെന്നുള്ള രീതിയിൽ ബേക്കർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതാണ് ആ ഇൻകൺസിസ്റ്റൻസി, തുടങ്ങുന്നതും അവസാനിക്കുന്നതും തമ്മിലുള്ള. ക്ലിയർ? അപ്പൊ ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ടാണ് ഇൻകൺസിസ്റ്റന്റ് നോക്കിക്കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതേ ഒരു ട്രാൻസിഷൻ പീരീഡ് നിൽക്കുക. ഒരിടത്തുനിന്ന് പുറപ്പെട്ടു വന്നാൽ മറ്റിടത്ത് എത്തിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അല്ലേ? മോളിൽ നിന്ന് പുറപ്പെട്ടു, താഴെ എത്തിയില്ല. പിന്നെ മഹേന്ദ്രവർമ്മ എവിടെ പോയെന്ന് ചോദിച്ചതുപോലെ തന്നെ ജയസ്മിൽ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ്, ഏത് സിനിമയെന്ന് കിട്ടിയില്ല, പോട്ടെ. റാംജിറാവു അത് രണ്ടാമത്തെ തോന്നുന്നു. സാർ ക്വിസ് എടുത്തല്ലേ? ഓക്കെ. അപ്പം ക്ലാസിക്കൽ ലിബറലിസം നിന്ന് പുറപ്പെട്ടു, എന്നാൽ മോഡേൺ ലിബറലിസത്തിലേക്ക് എത്തിയിട്ടില്ല മില്ല്. അപ്പൊ ആ ഒരു ട്രാൻസിഷനും വരില്ല. അതുകൊണ്ടാണ് ഇൻകൺസിസ്റ്റൻസി അദ്ദേഹത്തിന്റെ തോട്ടിൽ പലയിടത്തും നിൽക്കുന്നത്. ക്ലിയർ ആണോ? ഇത്രയും ശരി. മിൽ ഓൺ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഒരു മനുഷ്യന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റുകളിൽ ഒന്നായിട്ട് മിൽ ഐഡന്റിഫൈ ചെയ്യുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. അതുപോലെ തന്നെ ഫ്രീഡം ടു ഫോം അസോസിയേഷൻ. നമ്മുടെ പൊളിറ്റിക്കൽ റൈറ്റ്സുകളുടെ പലതും വളരെ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്ന ഒരാളുമില്ല. ഓക്കെ. അക്കോർഡിംഗ് ടു മിൽ ഹിഡിങ് മിൽ ഓൺ, നമുക്ക് 5 തീമാ മില്ലിന്റെ. മിൽ ഓൺ യൂട്ടിലിറ്റേറിയനിസം കണ്ടു, മിൽ ഓൺ ലിബർട്ടി കണ്ടു, അടുത്ത മിൽ ഓൺ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. മിൽ ഓൺ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. According to Mill, the most important right is, according to Mill, the most important right is freedom of speech and expression. Freedom of speech and expression. Besides that, Mill also vouch for the freedom
freedom to form association and action, to form association and action, to form association and action. ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ മില്ല് നമ്മൾ സ്പെസിഫിക്കലി പഠിക്കുന്നുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ ലിബർട്ടി എന്ന് പറഞ്ഞ ബുക്കിൽ തന്നെയാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പ്ലീസ് റൈറ്റ് in his essay on liberty, Mill discuss liberty under three heads. Liberty under three heads. ഒന്ന്, liberty of thought and expression. രണ്ട്, liberty of actions. മൂന്ന്, liberty to unite. ഈ മൂന്നിടത്തെ പറ്റി ബില്ല് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ഓൺ ലിബർട്ടി എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞ ലിബർട്ടി ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ ആണ്. ആ ഒന്നുകൂടെ ഒന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ലിബർട്ടി ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ എന്താ? നമുക്ക് ചിന്തകൾ സ്വരൂപിക്കാൻ, അല്ലെ ചിന്തിക്കുന്നതിനുള്ള കഴിവ്. ചിന്തിച്ചാൽ മാത്രം പോരല്ലോ, അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ളത് അല്ലെ. അപ്പം നമ്മുടെ കോൺഷ്യസ്നെസ്, അതുപോലെ തന്നെ നമ്മുടെ ഫീലിങ്സ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അത് എക്സ്പ്രസ് ചെയ്യാനുണ്ട്. അതാണ് ഒന്നാമത്തെ ഫ്രീഡം. ലിബർട്ടി ടു ആക്ഷൻ എന്ന് വെച്ചാൽ എന്താ? നമുക്കൊരു കാര്യം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടം. ശബ്ദം പാറപ്പുറത്ത് തേങ്ങ ഉരച്ചെടുക്കുന്ന പോലെയാണെന്നുണ്ടെങ്കിലും ഐ റിയലി ലൈക്ക് ടു സിങ് എ ലോട്ട്. എൻ്റെ ചെറിയ പ്രായത്തിലുണ്ടല്ലേ പാട്ട് പാടുന്ന കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുക, എനിക്കൊന്ന് ഞാനൊരു 3-ോ 4-ലോ പഠിക്കുമ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു, വീട്ടില് ഒരു സാനിയുടെ ടേപ്പ് റെക്കോർഡുണ്ട്. അതിന് ഞാനൊരു പാട്ട് റെക്കോർഡ് ചെയ്തു. അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ ഈ ആഗ്രഹം മാറ്റി വെച്ചത്. ഓക്കെ, അപ്പം എസ്പെഷ്യലി ഉണ്ടല്ലോ, ഞാൻ വീഡിയോ ഇന്റർവ്യൂസ് എടുക്കും. എൻ്റെ സ്റ്റുഡൻസിന്, ഐ മീൻ സർവീസ് ഇടുന്ന കുട്ടികളുടെ എല്ലാവരും ഇന്റർവ്യൂസ് ഞാൻ എടുക്കും. ഈ ഇന്റർവ്യൂ ഒന്നാമതും ഞാൻ രണ്ടാമതും അതത് ഇവർ വിളിക്കും, ആരാ ഈ എഡിറ്റിംഗ് ടീം വിളിച്ചിട്ട് ഒന്ന് ഇരുന്നിട്ട് എവിടെ കട്ട് ചെയ്യണം എവിടെ വേണ്ടെന്ന് പറയണം. ഞാൻ കേൾക്കില്ല എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ശബ്ദം രണ്ടാമത് കേൾക്കുന്നത് തീരെ ഇഷ്ടമില്ല. ഇറ്റ്സ് വെരി ബാഡ്. അതാ. അപ്പം ആക്ഷൻ, അതാണല്ലോ നമ്മുടെ പോയിന്റ് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ളത് പെർസ്യൂ ചെയ്യാൻ ഉള്ള ഫ്രീഡത്തിനാണ് ലിബർട്ടി ടു പെർസ്യൂ ഇറ്റ്. ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് നോട്ട് ഹാർമിങ് എനിവൺ, യു ക്യാൻ പെർസ്യൂ ദാറ്റ്. നീ പാട്ട് പാടി, നീ പാട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് അപ്പുറത്ത് വീട്ടിലിരിക്കുന്നതിന് തലവേദന ഉണ്ടാക്കുവാനും ചെയ്യരുത്. അതല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ ഇഷ്ടമാണ് പാട്ട് പഠിക്കണം, വരക്കാൻ ഇഷ്ടമാണ് വരക്കണം, ജീവിതത്തിൽ ഇന്ന കാര്യം ചെയ്യാൻ ഇഷ്ടമാണ് അത് ചെയ്യണം. സോ നിങ്ങൾക്ക് ആക്ട് ചെയ്യാനുള്ള, ആക്ഷന് വേണ്ടിയിട്ടുള്ള ഫ്രീഡം, അതായത് ബേസിക്കലി ദ ലിബർട്ടി ഓഫ് ടേസ്റ്റ് ആൻഡ് പെർസ്യൂട്ട്. അതാണ് ലിബർട്ടി ടു ഡു വാട്ട് യു വാണ്ട് ടു ഡു വിത്ത് യുവർ ലൈഫ്. അതാണ് ബേസിക്കലി എന്ത് രണ്ടാമത്തെ ലിബർട്ടി. മൂന്നാമത്തെ ലിബർട്ടി ടു യുണൈറ്റ് എന്ന് പറയുന്നത് എന്താ? ലിബർട്ടി ടു ഫോം അസോസിയേഷൻ, ഒരുമിച്ച് വരിക. അവിടെയും ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് നോട്ട് ഹാർമിങ് അതേഴ്സ്. ഓക്കെ, Mill is mostly concerned about അതിലെ among this എന്നാക്കോ തുടക്കത്തിൽ. among these three Mill is mostly concerned about liberty of thought and expression. Liberty of thought and expression. It is essential for self-development and self-realization. It is essential for
It is essential for self-expression and self-realization. Self-expression and self-realization. Self-development. Self-realization. It is the most precious gift to... It is essential for self-development and self-realization. Self-development and self-expression. Self-development and self-realization. Self-development and self-realization. It is the most precious gift of God to man. It is the most precious gift to the man. The most precious gift of God to the man. Of God to the man. Among all species, God has given the ability to speak and communicate. God has given ability to speak and communicate. God has given the ability to speak and communicate through language, only to man. Mere number was no criteria of anything being right or wrong. Even the opinion of every single person is important. Even the opinion of every single person is important. ഈ മനുഷ്യകുലം മുഴുവൻ except one person is on one side and the other person is on the other side. The other person has the right to say എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മില്ല്. ഒരാള് എൻറ്റയർ മാൻകൈൻഡിനെയും അടിച്ചു ഭരിക്കുക എന്ന് പറഞ്ഞു അത് തെറ്റാണോ? ഈ one person is actually controlling every other individual. Is it wrong? Then it is equally wrong for every other person to control that one person. മനസ്സിലായോ? You got the point? ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ കൺട്രോൾ ചെയ്യുന്നത് തെറ്റാണ്. യു ഗോട്ട് ദ നമ്പർ ഡിഫറൻസ്. അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇഫ് ദ എൻറ്റയർ മാൻകൈൻഡ് -1 cannot force a particular person to actually go against, അതായത് അല്ലെങ്കിൽ അവന്റെ വ്യൂ പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. എല്ലാവരുടെയും വ്യൂ പറയുന്നതിനുള്ള സ്പേസ് എന്ത് ചെയ്യുന്നുണ്ട്? മില്ല് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. When all have one view, and a single person is of different opinion, comma, then also he should be allowed to speak. Then also he should be allowed to speak. The way we will not support the tyranny of one person, the way we will not support the tyranny of one person overall, the way we will not support the tyranny of one person overall, comma, we can also not justify the tyranny of
we can also not justify the tyranny of all over one. All over one. All over one. നിങ്ങൾക്ക് ഇതിന്റെ നല്ലൊരു, ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. 12 Angry Men എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. അത് പലരും റെഫർ ചെയ്തിട്ടുണ്ട് മില്ലിന്റെ ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ട്. 12 Angry Men എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മൂവി. ഒരു കോഡ് റൂം ഡ്രാമ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം കോഡ് റൂമിലല്ല നടക്കുന്നത്. യു നോ അബൌട്ട് ദ ജൂറി സിസ്റ്റം. 12 പേരടങ്ങുന്ന ഒരു ബെഞ്ചായിരിക്കും കേസ് കേൾക്കുന്നത്. അപ്പൊ കേസൊക്കെ കേട്ട് കഴിഞ്ഞ ശേഷം 12 പേര് കേസിൽ കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് വിധി പറയാൻ വരുക. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കും. പക്ഷെ 12-0 വെർഡിക്റ്റ് ആയിരിക്കണം. 12 പേരും, ഭൂരിപക്ഷം അല്ല പറയുന്നത്. അപ്പം ഈ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ജൂറിയിൽ ഒരു ഫോർമാൻ ഉണ്ടാവും. ഫോർമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ അവർ തന്നെ ഒരാൾ ലീഡറായിട്ട് തിരഞ്ഞെടുക്കും. അയാളായിരിക്കും ഡിസ്കഷൻസ്, ഡിബേറ്റ്സ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫോർമാൻ പറയും, നമ്മുടെ ഫ്രണ്ടിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഇന്ന് ഫുള്ള് ഒക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഇന്ന് നാളെയൊക്കെ ആയിട്ട് തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു വോട്ടിന് ഇട്ടിട്ട് തീരുമാനം എടുത്തിട്ട് പോവാം. എവരിവൺ ഈസ് വെരി ഈഗർ ടു ഗോ ആഫ്റ്റർ ദിസ് പ്രോസസ്. 11 പേരും കുറ്റക്കാരെന്ന് പറയും, ഒരാൾ മാത്രം പറയും കുറ്റക്കാരനല്ല എന്ന് പറയും. അപ്പോൾ അയാൾ പറയും, നമ്മൾ ഒരാളുടെ ലൈഫ് വെച്ചിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഫുള്ളി കൺവിൻസ്ഡ് അല്ല, നിങ്ങൾ 11 പേരും കൂടെ എന്നെ കൺവിൻസ് ചെയ്യും, ഞാൻ എൻ്റെ ഇഷ്യൂ പറയാന്ന് പറയും. അപ്പം 11-1 ആണ്. ഇത് ഈ പറയുന്ന പോലെ തന്നെ ഇവരെല്ലാം കൂടെ ആദ്യം ഇങ്ങനത്തെ കൊടുത്ത് ചോദിക്കും, ഈ താനും കൂടെ കുറ്റക്കാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി തീർന്നല്ലോ, നമുക്ക് പോവാലോ. അപ്പം ആ 11 പേരുടെ വോയിസ് ഒരാളുടെ പുറത്തേക്ക് ഫോഴ്സ് ചെയ്യാൻ നോക്കുക. അപ്പൊ അയാൾ അങ്ങനല്ല, എന്നിട്ട് പറഞ്ഞ അയാൾ ഡിസ്കസ് ചെയ്യാന്ന് പറയും. എന്നിട്ട് ഡിസ്കസും ഡിബേറ്റ്സ് നടക്കും. എന്നിട്ട് പടം അവിടുന്ന് പടം അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതിന്റെ ഡിസ്കഷനാണ് ഈ സിനിമ മുഴുവൻ. സിനിമ മുഴുവൻ കഴിയുമ്പോഴത്തേക്കും കുറ്റക്കാരനാണോ അല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവര് കോർട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നു. ആകെ 2 ഷോട്ടേ പുറത്തെ കാണിക്കുന്നുള്ളൂ. ഒന്ന് കോടതി ഒരു ഷോട്ടും കാണിക്കും, പിന്നെ ഇവർ കോർട്ട് റൂമിൽ നിന്ന് പുറത്ത് സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഒരു ഷോട്ടും കാണിക്കും. എൻ്റെ ഒരു റൂമിലെ കിടക്കുന്നത്. ബട്ട് ദാറ്റ് ഈസ് ആക്ച്വലി വാട്ട് മിൽ ഈസ് ഓൾസോ സെയിങ്, റൈറ്റ്? ദ മിൽ ഈസ് സെയിങ് ദാറ്റ് ഇഫ് one person is actually forcing his opinion on all the people, and if you think that is wrong, then it is equally wrong that all other person is forcing their opinion on that single person. Please, right? Oh, അത് നിങ്ങൾ കാണുന്നത് ഞാൻ പറഞ്ഞു അവസാനം അതാണ് കംപ്ലൈന്റ്. സാർ ഒത്തിരി സിനിമയൊക്കെ പറയും ക്ലാസ്സിൽ, എന്നിട്ട് സാർ എന്നെ ക്ലൈമാക്സ് ഒക്കെ പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റൂല എന്ന് അടുത്ത കംപ്ലൈന്റ് പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പോയി കാണും. ഇനി ഇങ്ങനെ ഈ ഡിബേറ്റ്സും ഡിസ്കഷനും ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഡിസ്കഷനിൽ കൂടെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തണമെന്നൊക്കെ പറയുന്നത് ആരാ? സോക്രട്ടീസ്. അപ്പൊ ആ ഗ്രീക്ക് ട്രഡീഷൻ ചെറുപ്പത്തിലെ വായിച്ചു വെച്ചിരിക്കുന്ന സാധനം മറ്റേ യൂക്ലിഡും ഗ്രീക്ക് ഇതാണല്ലോ. പ്ലീസ്, റൈറ്റ്? He's influenced by Greek thinkers like Socrates and Plato. Dialogue is the only way to understand the truth. Dialogue is the only way to understand the truth. Only way to understand the truth. The truth will automatically emerge. The truth will automatically emerge. Automatically emerge. And there is no point in postponing the emergence of truth. Automatically emerge, and there is no point in postponing the emergence of truth. According to him, according to him, truth will emerge from anywhere. Truth will emerge from anywhere. Truth will emerge from anywhere. And even a person considered as mad. വട്ടായിട്ടാണെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം വട്ടനാന്ന് പറയുന്നതിനാണെങ്കിൽ നമ്മൾ അവനെ കേൾക്കണമെന്നാ. Even a person who is considered as mad, should be allowed to speak. Should be allowed to speak.
ഇനി നമ്മൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ശരിക്കും സംഭവിക്കുന്ന കാര്യം, അപ്പുറത്തിരിക്കുന്ന ആളെ സംസാരിക്കാൻ തീരെ നമ്മൾ സമ്മതിക്കത്തില്ല, അല്ലേ? എന്താ അല്ലെ? പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഡിസെന്റ് എന്ന് പറയുന്ന സാധനത്തിന് യാതൊരു പോയിന്റും ഇല്ല. ഡിസെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ശരിക്കും? നമ്മുടെ ഒപ്പീനിയൻ എതിരെ അഭിപ്രായം. വാട്ട് ഇസ് ദ ഹാം ഓഫ് അലോയിങ് അതേഴ്സ്, ഓർ വാട്ട് ഇസ് ഹാം ഓഫ് അലോയിങ് ഡിസെന്റ്? ഡിസെന്റ് അലോ ചെയ്താലുള്ള പ്രശ്നം എന്താ? മില്ല് പറയുന്നത് ഡിസെന്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. സി, നിങ്ങൾ ശരിയാണ്, നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ ആ ഡിബേറ്റ്സിൽ കൂടി ഡിസെന്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും നിങ്ങളാണ് ശരിയെന്നും അയാൾ മിണ്ടാതിരിക്കും. ഇനി അയാളാണ് ശരിയെങ്കിലോ നിങ്ങൾക്ക് കറക്റ്റ് ആണെന്നുള്ള ഒപ്പീനിയൻ കൂടെ അല്ലേ? മില്ല് പറയുന്നത് അതുകൊണ്ട് there is no harm in making the other people to speak. If he is wrong and you are right, he will come to understand that, and thereby he will keep silent. If you are wrong and he is correct, then you will understand that you are wrong and you will correct your path. And if it is beneficial to all of us. Please write. Next paragraph. There is no harm. There is no harm. There is no harm in allowing others to speak. Allowing others to speak. Allowing others to speak. Suppose you are right and the other person was wrong. Suppose you are right and other person was wrong. Other person was wrong. Wrong. He will stop. He will stop and keep silent. And keep silent. But if that person is speaking truth, if that person is speaking truth, it is still beneficial. It is still beneficial still beneficial as it gives you an opportunity to correct yourself. As it gives you an opportunity to correct yourself. In the words of Mill, all silencing the opinion, all silencing the opinion is an assumption of infallibility. All silencing the opinion is an assumption of infallibility. എന്താണ് infallibility? Infallibility വീഴുക, തെറ്റുവരുത്തുക. Infallibility ഒരിക്കലും തെറ്റുവരുത്താതിരിക്കുക. Assumption of infallibility ഒരിക്കലും തെറ്റില്ല എന്നൊരു അസംഷന്റെ പുറത്തുനിന്നാണ് നമ്മൾ ആരുടെ ഒപ്പീനിയൻ കേൾക്കാതിരിക്കുന്നത്. നിങ്ങൾക്ക് തെറ്റ് പറ്റാം. മില്ല് പറയുന്നത് നിങ്ങൾക്ക് തെറ്റ് പറ്റാം. അപ്പൊ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നതിന്റെ ഒപ്പീനിയൻ കേൾക്കണ്ടേ? എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റുള്ള ഒരാളുടെ ഒപ്പീനിയനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? മനസ്സിലായോ? കിട്ടിയാ പറഞ്ഞ പോയിന്റ്? അസംഷൻ ഓഫ് ഇൻഫാലിബിലിറ്റി എന്ന് പറയുന്ന അങ്ങനെ ഒരിക്കലും അസ്യൂം ചെയ്യരുതെന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. പിള്ളേർ വന്നിട്ട് ചോദിക്കും മില്ല് പറയുന്നത് ഇൻഫാലിബിൾ ആണെന്നാണ്. അല്ലല്ല, ഇൻഫാലിബിൾ ആ ഒരു അസംഷൻ എതിരെയാണ് അദ്ദേഹം പറയുന്നത്. യു ആർ നെവർ സപ്പോസ് ടു അസ്യൂം ദാറ്റ് യു ക്യാൻ നെവർ ഗോ റോങ്. There is chances that you will go wrong. So therefore, you should always allow the other person to speak. Then only you will actually be able to know that whether you are wrong or not. മനസ്സിലായോ? ശരി. അപ്പം ഡെമോക്രസിയുടെ ഒരു പ്രീ കണ്ടീഷൻ ആയിട്ടാണ് മില്ല് ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ കാണുന്നത് കേട്ടോ. Which takes us to our next
പോയിന്റ്. മില്ല് ഡെമോക്രസിയെ പറ്റി എന്താ പറഞ്ഞെന്നുള്ളത് ഹെഡിങ് കൊടുക്കുക. മിൽ ഓൺ റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ്. മിൽ ഓൺ റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ്. In his essay on representative government, Mill is mainly concerned with Mill is mainly concerned with the institutional reforms in the government to make it more representative and responsible. More representative and more responsible. According to him, democracy is the best form of the government. Democracy is the best form of the government. Democracy is the best form of the government. As it is the only form of government that provides liberty to individual. എന്തിനാ ലിബർട്ടി? ലിബർട്ടി എന്തിനാ നമുക്ക്? നേരത്തെ നമ്മൾ എഴുതിയില്ലേ, ലിബർട്ടി ഈസ് റിക്വയർഡ് ഫോർ സെൽഫ് ഡെവലപ്മെന്റ് ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ അല്ലേ? നമുക്ക് നമ്മളെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ലിബർട്ടി വേണം. നമുക്ക് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല സിറ്റിസൺ ആവാൻ പറ്റത്തുള്ളൂ. അതുവഴി സ്റ്റേറ്റിന് ഗുണമാകത്തുള്ളൂ. അപ്പൊ ഇൻഡിവിജ്വലിന് ലിബർട്ടി കൊടുക്കുന്ന ഇൻഡിവിജ്വലിന് വേണ്ടി മാത്രമല്ല, പിന്നെ ആർക്കും കൂടെ വേണ്ടിയിട്ടാ? സ്റ്റേറ്റിനും കൂടെ വേണ്ടിയിട്ടാ. ആ സ്റ്റേറ്റ് നല്ലവണ്ണം ആ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഇൻഡിവിജ്വൽസ് നല്ലവണ്ണം ഫംഗ്ഷൻ ചെയ്യണം. ഇതാണ് മില്ല് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്ലീസ് റൈറ്റ്. Liberty is a precondition for the development of man. Liberty is the precondition for development of man. Liberty is a precondition for development of man. Is a precondition for the development of man. യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന സാധനം മില്ലിൽ നിന്ന് പോകുന്നൊന്നുമില്ല. മില്ല് കംപ്ലീറ്റ്ലി യൂട്ടിലിറ്റേറിയൻ തള്ളി പറയുകയല്ല. അദ്ദേഹം പറഞ്ഞു വരുമ്പം യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന ഒരു മിയർ നമ്പർ അല്ല എന്ന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അപ്പോഴും കൂടുതൽ ജനങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? ഇപ്പം മില്ല് വെറൊരു യൂട്ടിലിറ്റേറിയനിസം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇന്ന് നമുക്കൊരു സിനിമ കാണാം. തിയേറ്ററിൽ പോയി സിനിമ കാണാൻ നോക്കുക. നിങ്ങൾ ഇതിരിക്കുന്ന എല്ലാവരും ഒരു ഒപ്പീനിയൻ, വേറൊരു ഒപ്പീനിയൻ ആണെങ്കിൽ ഇതൊക്കെ കേട്ടാ പോരെ. ഇപ്പം കഴിഞ്ഞ ആഴ്ച കിങ് ഓഫ് കൊത്ത ഇറങ്ങി. ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങിന്റെ അകത്ത് ഒരു ടീം ഞങ്ങൾ സിനിമ കാണാൻ ടീമുണ്ട്. എല്ലാവരും പറഞ്ഞു കിങ് ഓഫ് കൊത്ത ഫസ്റ്റ് ഡേ നമുക്ക് എല്ലാവരോടും പോകാം, കുറെ നാളെ ഫസ്റ്റ് ഡേ പടത്തിന് പോയിട്ടുണ്ട്. അതിനകത്ത് 7 പേര് നാട്ടിലുണ്ട്, 8 പേരുണ്ട്, 8-9 പേരെന്തോ മൊത്തം ഗ്രൂപ്പിൽ. 7 പേര് നാട്ടിലുണ്ട്. അതിൽ ഞാൻ ഒഴികെ ബാക്കി എല്ലാവർക്കും പോകണം. എൻ്റെ ഒപ്പീനിയന്മാർ കേട്ടില്ല. എന്തായി? ആള് ആ പൈസ പോയെന്നും പറഞ്ഞിട്ട് വന്ന് കരച്ചിലായിരുന്നു. The whole point is that മില്ല് വെറും യൂട്ടിലിറ്റേറിയൻ ആയിരുന്നെങ്കിൽ മില്ല് എന്ത് ചെയ്തേനെ? ഒരാളുടെ ഒപ്പീനിയൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, 6 പേര് ഹാപ്പി അല്ലേ, ആ തീരുമാനം എടുത്തേനെ.
പക്ഷെ മില്ല് മറ്റൊരാളുടെ ഒപ്പീനിയൻ കൂടെ കേൾക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, റെഡി ആവുന്നുണ്ട്. അതുകൊണ്ട് വെറൊരു യൂട്ടിലിറ്റേറിയൻ ആയിട്ട് മാത്രം മില്ലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തളച്ചിടാൻ പറ്റത്തില്ല. മില്ലിലൊരു എലമെന്റ് ഓഫ് ഐഡിയലിസം ഉണ്ട്, മനസ്സിലായോ? സോക്രട്ടിസും പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് അതും ആ യൂട്ടിലിറ്റേറിയൻ ശരിക്കും ഒരു ഐഡന്റിറ്റി ക്രൈസ് ഉള്ള മനുഷ്യനായിരിക്കും മില്ല്. മൊത്തത്തിൽ നോക്കുമ്പോൾ മില്ലിന്റെ തോട്ടിലെല്ലാം അത് കാണുന്നില്ലേ? ഞാൻ തമാശയിട്ട് പറഞ്ഞല്ലേ കേട്ടോ, അമാരെല്ലാം പടത്തിന് പോയി. അപ്പം അമാര് ടിക്കറ്റ് എടുത്ത്, അതാണ് രസം. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ടുക്ക് ദ ടിക്കറ്റ്. ഇത് കൂടാതെ എൻ്റെ അടുത്ത് വേറൊരു ഫ്രണ്ട് ചോദിച്ചു ഫസ്റ്റ് ഡേ, അതായത് ജോയ്സി മാമും ഹസ്ബൻഡും പറഞ്ഞു പടത്തിന് പോയി. ഞാൻ പറഞ്ഞു ഇല്ല സർ, ഫസ്റ്റ് ഡേ കിങ് ഓഫ് കൊത്ത് തന്നെ പറഞ്ഞു അഭിപ്രായം കേട്ടിട്ട് ഞാൻ പോകത്തുള്ളൂ. കാരണം ചിലത് നമുക്കറിയും, അങ്ങനല്ല. എന്നിട്ട് പോയിട്ട് പറഞ്ഞു സാറിന് ഇതൊക്കെ മുൻകൂട്ടി കണ്ടെത്താൻ പറ്റുമല്ലേ? അങ്ങനെ മുൻകൂട്ടി കണ്ടെത്താൻ പറ്റത്തില്ല, ഇത് വെറും കോമൺ സെൻസാ, ഫസ്റ്റ് ദിവസം തന്നെ പോകണമെന്നില്ല. പക്ഷെ അത് സെയിം ടൈം ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ കാണുന്നില്ല. ഞാൻ 4 മണിക്ക് പടം കാണാം, രാവിലെ 4 മണിക്ക് എണ്ണിച്ചിട്ട് രജനികാന്തിന്റെ പേട്ട കാണാൻ പോയിട്ടുണ്ട്. പേട്ട കാണാൻ പോയിട്ട് ആക്ച്വലി എൻ്റെ ഒരു ഫോട്ടോ ഏതൊരു ഇൻസ്റ്റയിലല്ല എന്തോ ഏതൊരു പേജിൽ വന്നത്. അതായത് ഞാനും ഹൈദൻ അന്ന് കൊച്ചു വെച്ചാ അവനെയും പൊക്കിക്കൊണ്ട് പേട്ട കാണാൻ പോയി. അപ്പൊ അപ്പുറത്ത് അപ്പൊ ഒരു തമിഴ് പുള്ളിക്കാരൻ വന്നിട്ട്, അപ്പൊ അവർക്ക് ഭയങ്കര എൻജോയ്മെന്റാ. ഇവിടെ ഞാൻ പോന്നിട്ടാണ് തോന്നുന്നത് രാവിലെ 4 മണിക്ക്. 7 മണിയപ്പോ പടം കഴിഞ്ഞു. 7 മണിക്ക് നമ്മൾ പടം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പുറത്ത് ശിങ്കാരിമേളം നടക്കുക, ഭയങ്കര ബഹളമൊക്കെ. അപ്പൊ നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്യും ഇവനുമായിട്ട് ഇരുന്നിട്ട്. അപ്പൊ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് കൊച്ചു കൊച്ചിനെ കൊണ്ട് വന്നപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ പറയാണ്, എന്നെ അപ്പ ചെറുപ്പത്തിൽ പടം കാണാൻ കൊണ്ടുപോയിരുന്നു, രജനിയുടെ പടം ഫസ്റ്റ് ഡേ കാണാൻ പോകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ ആ ജനറേഷൻ ടു ജനറേഷൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ജസ്റ്റ് ഇങ്ങനെ. അപ്പൊ എന്നിട്ട് എന്തോ ഒരു ബൈറ്റ് എന്തോ എടുത്തിട്ട് പുള്ളിക്കാരൻ എന്തോ ഒരു പേജിൽ ഇട്ടിരുന്നു, എന്നാണ് എനിക്ക് അയച്ചു തന്നിരുന്നത്. സോ ദ പോയിന്റ് ഈസ് ദാറ്റ് ഞാൻ അങ്ങനെ ഭയങ്കര ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞ ഇത് ഒപ്പീനിയൻ മാറ്റേഴ്സ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഒപ്പീനിയൻ ഓഫ് 1 person, ഇറ്റ് മാറ്റേഴ്സ്. അത് കേൾക്കണം, then the decision should happen. അല്ലാതെ അയാളെ കൊണ്ട് ഒപ്പീനിയൻ പറയിപ്പിക്കാതിരിക്കരുത് എന്നാണ് മില്ല് പറയുന്നത്. മനസ്സിലായോ? Okay. See, the liberty is a precondition for the development of a man, which includes the development of state. Liberty is a precondition for the development of man, which includes the development of the state. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, മുബഷിറെ കേൾക്കുന്നുണ്ടോ? മുബഷിറെ, ഇദ്ദേഹം ഡെമോക്രസിക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളാണ്. പല ഫോം ഓഫ് ഡെമോക്രസി ഉണ്ട്. ഏതായിരിക്കും ഏറ്റവും നല്ല ഫോം ഓഫ് ഡെമോക്രസി? അദ്ദേഹത്തിന്റെ ഇപ്പൊ ഇതുവരെ നമ്മൾ മില്ലിനെ മനസ്സിലാക്കിയെടുത്തോളം ഏതായിരിക്കും അദ്ദേഹം പറയുന്നത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്? പല ഫോം ഓഫ് ഡെമോക്രസി വെച്ചാൽ ഡയറക്ട് ഡെമോക്രസി ഉണ്ട്, റെപ്രസെന്റേറ്റീവ് ഫോം ഓഫ് ഡെമോക്രസി ഉണ്ട്. ഇതിൽ ഏതായിരിക്കും അദ്ദേഹം ചൂസ് ചെയ്യുക? റെപ്രസെന്റേറ്റീവ് ഫോം ഓഫ് ഡെമോക്രസി. ബുക്കിന്റെ പേര് അതായതുകൊണ്ടാണെന്ന് മില്ല് പറയുന്നത്. ഏറ്റവും നല്ലത് ഡയറക്റ്റാ, പക്ഷെ കൊണ്ടുവരാൻ പറ്റത്തില്ല, പ്രാക്ടിക്കലി ഭയങ്കര പാടായിരിക്കും. അപ്പൊ നമുക്ക് ഡയറക്ട് ഡെമോക്രസി ഇല്ലെങ്കിൽ സെക്കൻഡ് ബെസ്റ്റ് ഫോം ആണ് റെപ്രസെന്റേറ്റീവ്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ആദ്യം പറയുന്നത് പ്ലീസ് റൈറ്റ്. അക്കോർഡിംഗ് ടു മിൽ, direct democracy is the best. But it is very difficult to practice in a modern complex society. In a modern complex society, it is very difficult to practice. Therefore, he identifies representative government as the second best form of government. Second best form of government. ശരി, ഇപ്പം ഇത്രയൊക്കെ ഡെമോക്രസിക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളെ എങ്ങനെയാണ് നിങ്ങൾ റിലക്റ്റന്റ് ഡെമോക്രാറ്റ് എന്ന് വിളിക്കുന്നത്? ഇവിടെയാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം. ഇദ്ദേഹം ഉണ്ടല്ലോ, തുടക്കം പറയുമ്പോൾ ഭയങ്കര രസമാണ്, പിന്നെ അങ്ങോട്ട് നിങ്ങൾ നിൽക്കും, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അവിടെ പോയി പുള്ളിക്കാരൻ പറയാണ്, ഡയറക്ട് ഡെമോക്രസിയാണ് ഏറ്റവും നല്ലത്, പക്ഷെ നമുക്ക് എന്ത് പോസിബിൾ അല്ല, പ്രാക്ടീസ് ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പൊ നമുക്കിപ്പോ ഏത് കൊണ്ടുവരാം? റെപ്രസെന്റേറ്റീവ് കൊണ്ടുവരാം. അപ്പൊ റെപ്രസെന്റേറ്റീവ് കൊണ്ടുവരുമ്പോൾ ഇതിനെ എത്രത്തോളം റെപ്രസെന്റേറ്റീവ് ആക്കണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്താണ് ഇത് നല്ലോണം റെപ്രസെന്റേറ്റീവ്. അപ്പം പിന്നെ പഠിപ്പുള്ളവർക്ക് വേണം കൂടുതൽ വോട്ട്. പഠിപ്പുള്ളവർക്ക് കൂടുതൽ വോട്ടോ? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അദ്ദേഹം റെപ്രസെന്റേറ്റീവ് ഫോം ഓഫ് ഗവൺമെന്റിൽ
the best allalla parayunnu, second best ennu parayunnu. So he wants to make it more representative, more responsible. Other representative form of democracy ന്റെ ഫ്ലോസിനെ അഡ്രസ് ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് അദ്ദേഹം ഈ സാധനത്തിന് എന്താ ഡെമോക്രസി അല്ലാതാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് സിമ്പിളാ, പക്ഷെ അദ്ദേഹം പറഞ്ഞ പല ആർഗ്യുമെന്റ്സിനും ഇന്നും ഭയങ്കര വാലിഡിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനല്ല, പലരും അതിന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാറുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ കുറച്ചൊരു LA തിയറി ഒക്കെ പറയുന്നവർ പറയും, ഈ കണ്ട അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഈ ഇല്ലാത്ത ആൾക്കാർ വോട്ട് ചെയ്യുന്ന എന്തിനാ, എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ വോട്ട് ചെയ്യുന്ന എന്തിനാ, എല്ലാവർക്കും വോട്ടിംഗ് ഒന്നുമില്ല. അപ്പം ഈ ഐഡിയാസ് ഒക്കെ ഉള്ള മനുഷ്യ, നമ്മുടെ ഡെമോക്രസി എന്ന് പറയുന്നത് ഫണ്ടമെന്റലി എല്ലാവരുടെയും വോയിസ് എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അത് എല്ലാവർക്കും അങ്ങനെ ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല, പഠിപ്പും വിവരമൊക്കെ ഉണ്ടെങ്കിലേ പോസിബിൾ ആകത്തുള്ളൂ, നിങ്ങൾ ബാർബറിക് ആയിട്ടുള്ള സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പൊ അന്ന് ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മമാർക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആർക്ക്? നമുക്ക് നമ്മൾ നോക്കിയിട്ട് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മില്ല്. കാരണം എന്താ, ഇന്ത്യയിലൊന്നും ഡെമോക്രസി ഒന്നും ഫംഗ്ഷൻ ആകത്തൊന്നുമില്ല. ആ ബാർബേറിയൻസിനൊന്നും ഡെമോക്രസി കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മുടെ UPSC സിലബസിൽ അങ്ങനെ പഠിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സി യു ഗോട്ട് ദ ലോജിക്, റൈറ്റ്? ഐ മീൻ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്, ഹി വാണ്ട്സ് ടു മേക്ക് ദ റെപ്രസെന്റേറ്റീവ് ഫോം ഓഫ് ഗവൺമെന്റ് മോർ റെപ്രസെന്റേറ്റീവ്. അപ്പൊ അതിനുവേണ്ടി അത് കൂടുതൽ റെപ്രസെന്റേറ്റീവ് നടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയാണ് കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ള ആൾക്ക് കൂടുതൽ വോട്ട് വേണം, വെയിറ്റഡ് വോട്ടേജിന് കൺസെപ്റ്റ് ഒക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിനെ നമ്മൾ റിലക്റ്റന്റ് ഡെമോക്രാറ്റ് എന്ന് വിളിക്കുന്നത്. He is identified as a champion of democracy and a reluctant democrat ഒരേ സമയം. മനസ്സിലായോ? ഓക്കെ, പ്ലീസ് റൈറ്റ്. നമ്മൾ എന്ത് എഴുതിയത്? In modern complex society, it is unavoidable. So therefore the second best, representative government is the second best. Okay. Thus, Mill identifies himself as a champion of democracy. As a champion of democracy. Champion of democracy. Next paragraph. But Mill believed that there are certain prerequisites for introducing democracy. Democracy without a democratic culture. Democracy without a democratic culture will be false democracy. People should be committed to the principles of democracy. Democracy is not a free gift to be distributed. Democracy is not a free gift to be distributed. If democracy is handled by people who are not fit for democracy, there will always be a question mark on
Democracy being the best form of government. Democracy being the best form of government. Thus he observed that, thus he argued that colonies like India shouldn't be given independence. Benevolent despotism is best for barbarians. Benevolent despotism is best for barbarians. Let's look into that word, benevolent despotism. എന്താ മീൻ ചെയ്യുന്നത്? എന്താ benevolent despotism എന്നുള്ള വാക്കിന്റെ അർത്ഥം? Sara, am I audible over there? Yes, sir. Sara, എന്താ സാറാ ഈ benevolent despotism? ഇവിടെ ബ്രിട്ടീഷ് കോളനിസ്റ്റ് ചെയ്ത പോലെയാണ്. ഏത് ഭാഷ? എടാ ഒന്നുകൂടെ പറഞ്ഞേ. ഹലോ പതുക്കെ പറയൂ. ഇവിടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് റൂള് പോലെയാണോ? ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയൽ റൂള് പോലെയാണോ? അങ്ങനല്ല ഞാൻ ചോദിക്കുന്നത്. ബെനവലന്റ് ഡെസ്പോട്ടിസം എന്ന് പറയുന്നത് ഈ ഒരു ടേം, ഈ ഒരു കൺസെപ്റ്റിലൊന്നും ചിന്തിക്കാതെ അതിനൊരു ഏത് ടൈപ്പ് ഗവൺമെന്റിനെയാണ് നമ്മൾ ബെനവലന്റ് ഡെസ്പോട്ടിസം എന്ന് വിളിക്കുന്നതെന്ന് പറയാവോ? അല്ല, എന്താ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? എന്ത് ടൈപ്പ് ഗവൺമെന്റ് ആണ്? ഡെസ്പോട്ട് എന്ന് വെച്ചാൽ എന്താ? ഓട്ടോക്രാറ്റിക് റൂൾ. കേട്ടില്ലോ സർ? ഡെസ്പോട്ട് എന്ന് പറഞ്ഞാല് അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ്. കറക്റ്റ് ആണ്. ഡെസ്പോട്ടിസം എന്ന് പറഞ്ഞാൽ അതോറിറ്റേറിയൻ ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. സമ്മതിച്ചു. ബെനവലന്റ് ഡെസ്പോട്ട് എന്ന് വെച്ചാൽ എന്താ? അതോറിറ്റേറിയൻ ആയിട്ട് ജനങ്ങളുടെ നല്ലത് ചെയ്യുന്ന ആളല്ലേ? അതെ. See, Weidmann's burden is a bit different because that is what he is actually arguing here also. Weidmann's burden എന്താണെന്നറിയാലോ? അതായത് ശരിക്കും ബ്രിട്ടീഷ് ഇന്ത്യയിൽ റൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ ഒരു ഐഡിയോളജിയാണ് വൈറ്റ്മെൻസ് ബർഡൻ എന്ന് പറയുന്നത്. ഞങ്ങൾ നിങ്ങളെ റൂൾ ചെയ്യുന്നത് എന്തുകൊണ്ടാ? അത് നിങ്ങൾ സിവിലൈസേഷനിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, അതുമായിട്ടൊക്കെ നമുക്ക് മില്ലിന്റെ തോട്ടമായിട്ടൊക്കെ അതിലേക്ക് എത്തിക്കാം കേട്ടോ. ഇവിടെ ഞാൻ ബെനവലന്റ് ഡെസ്പോട്ടിസം സംതിങ് ഞാൻ ആക്ച്വലി ഇത് ഞാൻ എൻ്റെ ലൈഫിൽ പേഴ്സണലി അങ്ങനെ നമ്മൾ സ്ഥലത്ത് വെച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് വാക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ബെനവലന്റ് ഡെസ്പോട്ടിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ടേക്ക് ഓഫ് മോസ്റ്റ്ലി നമുക്ക് റോയൽ ട്രാവൻകൂർ എടുക്കാവേ. ഈ ഹൗ മെനി ഓഫ് യു ആർ ഫ്രം ട്രിവാൻഡ്രം? തിരുവനന്തപുരത്താണ്. എവിടെയാണ് വീട് നിന്റെ? കാസർഗോഡ് പഴുതക്കാട്. അപ്പം if you are from Tirunduram itself, in the base of Trivandrum, you can actually trace back 2 or 3 of your generation back to Trivandrum. And if you ask your grandparents or someone and all, അവരെല്ലാം ഇവിടുത്തെ രാജാക്കന്മാരുടെ നല്ല കാര്യങ്ങൾ പറയും. രാജാൻ അങ്ങനെ മോശം പറയുന്ന ആൾക്കാർ കുറവായിരുന്നു തിരുവനന്തപുരം. ബേസിക്കലി എന്തുകൊണ്ടാ? തിരുവനന്തപുരം വാസ് അണ്ടർ എ വെരി ബെനവലന്റ് റൂളർ. But do you think that is a democratic form of government? അല്ല. So it is an authoritarian form of government. എങ്ങനെയാണ് authoritarian ആവുന്നത്? Because there is no democracy. ഫ്രീഡം അങ്ങനെയല്ല. അതായത് ഫ്രീഡം എന്നൊക്കെയായിട്ട് ഉപരിയായി ഡെസ്പോട്ടിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ അതോറിറ്റേറിയനിസം വിളിക്കുമ്പോൾ എപ്പോഴും നെഗറ്റീവ് കൺസെപ്റ്റിലാണ്. അങ്ങനെ ആ രീതിയിൽ മാത്രം വിചാരിക്കില്ല. ഡെസ്പോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അയാൾ തന്നെ ഭരണത്തിലിരിക്കുന്നത്, അയാൾ എന്താണോ പറയുന്നത് അതാണ് തീരുമാനം, മറ്റ് ഒപ്പീനിയൻസ് ഒന്നും പോകുന്നില്ല. ഇതാണ് ഒരു ഡെസ്പോട്ട്. ബെനവലന്റ് ഡെസ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവർ ഉപയോഗിച്ച് നല്ലത് ചെയ്യുക. ഐ മീൻ അദ്ദേഹം തന്നെയാണ് തീരുമാനം എടുക്കുന്നത്, ബാക്കിയുള്ള തീരുമാനം ഒന്നും വരുന്നില്ല. അദ്ദേഹം വരുന്ന തീരുമാനം എല്ലാവരുടെയും പുറത്ത് അദ്ദേഹം ഫോഴ്സ്ഫുൾ ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ്. ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രത്ത് ആക്ച്വലി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പല സ്റ്റേറ്റുകളും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള അതിനെക്കുറിച്ച് CP was someone who was actually implementing most of these policies. പക്ഷെ പൊതുവെ ഇവിടുത്തെ റോയൽ ഫാമിലി വാസ് സെഡ് ടു ഹാവ് വെരി ഗുഡ് ഇന്റൻഷൻസ്. അതായത് ഇപ്പൊ നമ്മളിവിടെ
നമ്മുടെ ഇഞ്ചക്ഷൻ പ്രോഗ്രാംസ് ഒക്കെ ഇല്ലേ, എന്തുവാ വാക്സിനേഷൻ പ്രോഗ്രാംസ് ഒക്കെ, അതിൽ ഇനിഷ്യലി വാക്സിനേഷൻ എടുത്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ റോയൽ ഫാമിലിയിലെ മെമ്പേഴ്സ് തന്നെ. എന്നിട്ട് ജനങ്ങളോട് പറയും ഒരു കുഴപ്പമില്ല വാക്സിനേഷൻ ഒക്കെ എടുക്കണം എങ്കിലാണ് ഞാൻ പറയാൻ മനസ്സിലായി. അപ്പൊ ജനങ്ങൾക്ക് ഇങ്ങനെ ജനങ്ങളുടെ ഹെൽത്ത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒത്തിരി അധികം റോയൽ ഫാമിലി. ഇതുപോലെ തന്നെ നമ്മുടെ മൈസൂർ ഫാമിലിയെ പറ്റിയും പറയാറുണ്ട്, ഭയങ്കര ബെനവലന്റ് ആണെന്നുള്ളത്. ബട്ട് ദേവർ ഇപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സൗദി അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ പല റൂളേഴ്സും ഡെസ്പോട്ടിക് റൂളേഴ്സാ, ഡെമോക്രസിയും കാര്യമൊന്നുമില്ല, അവരെടുക്കുന്നതാണ് തീരുമാനങ്ങൾ. പക്ഷെ ദേ ആർ ബെനവലന്റ് ടു ദെയർ പീപ്പിൾ, ടു ദെയർ സബ്ജക്ട്. ആ അർത്ഥത്തിലാണ് ബെനവലന്റ് ഡെസ്പോട്ടിസം എന്ന് പറയുന്നത്, മനസ്സിലായോ? മുകളിൽ നിന്ന് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു, ജനങ്ങളുടെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുന്നു, ജനങ്ങൾ അതൊക്കെ കണ്ണടച്ച് പാലുടിക്കുന്നു, അല്ലെങ്കിൽ കണ്ണടച്ചിട്ട് അതങ്ങ് ചെയ്യുന്നു. ഈ ബെനവലന്റ് ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് അതാണ്. യു ഗോട്ട് ദ പോയിന്റ് ഓഫ് ബെനവലന്റ് ഡെസ്പോട്ടിസം, ബെനവലന്റ് ടു ദ പീപ്പിൾ ബട്ട് ഇറ്റ് ഇസ്. അപ്പം ഇങ്ങനെയുള്ള ബാർബറിയൻ കമ്മ്യൂണിറ്റീസിന് നല്ലത് ബെനവലന്റ് ഡെസ്പോട്ടിസം. കാരണം എന്താണ്, അവർക്ക് എന്താ ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല, അവർക്ക് വിവരമില്ല, അപ്പൊ അവർക്ക് ഡെമോക്രസി കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ വന്ന് റൂൾ ചെയ്യാം. അഗെയിൻ വൈറ്റ് മെൻസ് ബർഡനുമായിട്ട് കണക്ട് ചെയ്യാം, മനസ്സിലായോ? അപ്പം മില്ലിന്റെ ഐഡിയോളജി എന്നൊക്കെയാണ് ഈ വൈറ്റ് മെൻസ് ബർഡൻ കൊണ്ടുവന്നത്. ശരി, എന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞത് കണ്ടില്ല, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് ഉറപ്പിച്ച് ഞങ്ങൾ ജസ്റ്റ് ഫോൺ ചെയ്യാനൊക്കെ തുടങ്ങിയതുള്ളൂ കേട്ടോ. അപ്പം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ട്രിപ്പ് പോവാണ്, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഡാർക്ക് അടിച്ചു. ഞാൻ എന്തിനാ എന്നോട് ചോദിക്കുന്നേ, നിനക്ക് ട്രിപ്പ് ആണെങ്കിൽ നീ പോയിക്കോണം. ബിക്കോസ് ഐ എം എക്സ്പെക്ടിങ് ദാറ്റ് ഞാനിനി ട്രിപ്പ് പോകുമ്പോൾ ഇവിടെ അടുത്ത് ചോദിക്കാൻ പറ്റൂ, ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് ട്രിപ്പിന് പോകണമെങ്കിൽ പോയിക്കോളൂ, അതല്ല നിങ്ങൾ പറ ഞാൻ ട്രിപ്പിന് പോയിക്കോട്ടെ. അപ്പൊ എനിക്കിത് കത്തുന്നില്ല കേട്ടോ. അന്ന് അത്ര ബുദ്ധിയില്ലാത്ത ആളല്ല അപ്പുറത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്താ വെച്ച് കഴിഞ്ഞാല് കോളേജിൽ എല്ലാ ഫംഗ്ഷനും വേളത്തിനും ഒക്കെ ഉള്ള ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് എന്തിനാണ് ഈ പെർമിഷൻ ചോദിക്കാൻ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞത് പെർമിഷൻ ചോദിക്കാൻ നിൽക്കണ്ട, അത് വലിയ മനസ്സായതുകൊണ്ടൊന്നുമല്ല, കാരണം ഞാൻ പെർമിഷൻ ചോദിക്കാൻ നിൽക്കുന്നില്ല. യു ക്യാൻ ഓൺലി ഗെറ്റ് വാട്ട് യു ഗീവ്. അപ്പം നിങ്ങൾക്ക് എന്തുമാത്രം ഫ്രീഡം വേണോ അത്രമാത്രം ഫ്രീഡം ആണ്. അപ്പം അങ്ങോട്ടും അതൊരു ഗീവ് ആൻഡ് ടേക്ക് പോലെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഇത് പറ്റുന്നില്ല. 2 ദിവസം എൻ്റെ പുറകെ ചോദിച്ചു ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞു അവസാനം ഇത് കത്തുന്നു, ഇത് അവസാനം ഇപ്പം എനിക്കിത് ആരോടും സംസാരിക്കണമല്ലോ. അപ്പം ഞാൻ അന്ന് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം സുമയാത്ത എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ദീദി എന്ന് വിളിക്കുന്ന പുള്ളിക്കാരുണ്ട്. പുള്ളിക്കാരി വിളിച്ചിട്ട് പറഞ്ഞു ഇത്ര ഒരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട്, അത് എനിക്ക് ഇത് കത്തുന്നില്ല, ഇതെന്താ ശരിക്കും സംഭവം എന്നുള്ളത്. അവളിങ്ങനെ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു അവൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഇങ്ങനെ കുറച്ചേരം നോക്കിട്ട് പറഞ്ഞു 10-23 വർഷം ബെനവലന്റ് ഡെസ്പോട്ടിസം ഓടിയ സ്ഥലത്ത് നീ ഒരു ദിവസം കൊണ്ട് ഡെമോക്രസി കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ ഡെമോക്രസി ഫംഗ്ഷൻ ചെയ്യുമെന്ന് വെച്ചു. ഇത്രയും നാളും ആ കുട്ടി അത് അവള് പഠിച്ചു വരുമ്പോഴത്തേക്ക് അവളുടെ വാപ്പ പറയും നിനക്ക് ഇത് നല്ലതാട്ടോ, നീ ഇത് പഠിച്ചോ, ഇത് നല്ലതാ പഠിച്ചോ. സോ ഹീസ് ആക്ച്വലി ടേക്കിംഗ് കെയർ ഓഫ്, നല്ല ഫാദർ ആണ് കേട്ടോ, അല്ല എന്നല്ല പറയുന്നത്. പക്ഷെ പുള്ളിക്കാരൻ നോക്കുമ്പോഴത്തേക്ക് ഈ കൂട്ടത്തിൽ കുറച്ച് ബുദ്ധിയും വിവരം, അവർ 4 പേരാ കൂട്ടത്തിൽ, കുറച്ച് ബുദ്ധിയും വിവരം ഉള്ളത് ഇവൾക്കാണ്. ബാക്കിയുള്ള കാര്യം പറയാതിരിക്കാൻ ഭേദം. കുറച്ച് ബുദ്ധിയും വിവരം ഉള്ളത് ഇവൾക്കാണ്. ഇവൾക്ക് മാത്സ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ വാപ്പ നോക്കുമ്പോഴത്തേക്കും വാപ്പാക്ക് ഒരു ഡോക്ടർ വീട്ടിൽ വേണമെന്നുണ്ട്. വാപ്പ പറഞ്ഞു എടാ നീ മെഡിസിൻ പഠിക്കുക. ഇവള് റിപ്പീറ്റ് ചെയ്തു. BDS കിട്ടിയെന്ന് തോന്നുന്നു. പക്ഷെ വാപ്പ എവിടെയോ MBBS ഫീസ് കുറവുള്ള, ഫീസ് മാത്രമുള്ള ഒരു പ്രോഗ്രാമിന് കിട്ടി. അങ്ങനെ MBBS കിട്ടും. അപ്പം വാപ്പ പറയും ഇത് പഠിക്കുക, അതനുസരിച്ചാണ് ഈ കൊച്ചു പോകുന്നത്. അപ്പൊ എല്ലാ കാര്യവും വാപ്പ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ കൊച്ചു വിചാരിച്ച് നീ ഡയറക്റ്റ് ചെയ്യാൻ വന്ന പുതിയ ട്രാഫിക് പോലീസാണ് ഞാനെന്ന്, പോയിക്കോട്ടെ, ഇത് ലൈറ്റ് ഇല്ലാതെ ഓതുന്ന വണ്ടിയാണ് ഞാനെന്ന് പുള്ളിക്കാർക്ക് അറിയത്തില്ലല്ലോ. അപ്പോഴാണ് പക്ഷെ എനിക്കിത് മനസ്സിലാവത്തില്ല. കാരണം ഈ 10-24 വർഷം കണ്ടീഷൻ ചെയ്തിരിക്കുന്ന അങ്ങനെ ഡിസിഷൻ ചെയ്യാൻ നേരത്ത് ഗെറ്റ് ദ പെർമിഷൻ ഓഫ് സമ്മൺ എന്നുള്ളത്. അവിടെയാണ് ഞാൻ വന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറയുന്നത്. സോ ഇറ്റ് വോണ്ട് വർക്ക് ഈസിലി. ഇത് തന്നെ ശരിക്കും മില്ല് ഉദ്ദേശിക്കുന്നത്. ബെനവലന്റ് ഡെമോക്രസി ഉപയോഗിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡെമോക്രസിയുടെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റാത്തൊരു അടുത്തുകൊണ്ട് ഡെമോക്രസി ചുമ്മാ കൊടുക്കാൻ പറ്റത്തില്ല. സോ ഷി വാസ് നോട്ട് ഇനിഷ്യലി ഏബിൾ ടു ടേക്ക് ദ ഡിസിഷൻ. പിന്നെ ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അപ്പൊ ആദ്യമൊക്കെ ഞാൻ പറയും പോയിക്കോ. പിന്നെ പറഞ്ഞു എവിടെ വേണമെങ്കിലും പോയിക്കോ, അറിയിച്ചാൽ മാത്രം മതി. ഇപ്പം അതാ കണ്ടീഷൻ, എവിടെ വേണമെങ്കിലും പോകാം, അറിയിച്ചാൽ മാത്രം മതി. അത് അറിയിക്കണം നിർബന്ധം ഉണ്ടായിട്ടൊന്നുമല്ല, അറിയണമല്ലോ എവിടെ പോയെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ട്. അതർ ദാൻ ദാറ്റ് ദർ ഇസ് നോ ഇഷ്യൂ. അപ്പം ഇറ്റ് ഈസ് വെരി വെരി എൻലൈറ്റിംഗ് ഫോർ മീ ഫ്രം എ പേഴ്സണൽ സ്പിയർ ആൻഡ് എ പൊളിറ്റിക്കൽ സ്പിയർ. How could benevolent despotism democracy function initially in a place where benevolent despotism has been there for decades? അല്ലെ, 23 വർഷമായിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനം ഇങ്ങനെ എടുത്തോണ്ടിരുന്നിടത്ത് പെട്ടെന്ന് ഇഷ്ടമുള്ളത് ചെയ്തെന്ന് പറഞ്ഞു ഇറ്റ് വോണ്ട് ഹാപ്പൻ വെരി ഈസിലി. അപ്പം ഇത് തന്നെയാണ് ഇവിടെ പറയുന്ന ബെനവലന്റ് ഡെസ്പോട്ടിസം എന്ന് പറയുന്ന സാധനം ചുമ്മാ ഡെമോക്രസി എന്ന് പറഞ്ഞ സാധനം ചുമ്മാ ഫംഗ്ഷൻ ചെയ്യത്തില്ലെന്നാണ് ആരും ഉദ്ദേശിക്കുന്നത്.
മില്ല് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മില്ല് ഉദ്ദേശിക്കുന്നത്. അല്ല, സി നമ്മളത് ഇന്ത്യ ആസ് എ കൺട്രി ഹാസ് ആക്ച്വലി പ്രൂവൺ ടു ദ, പക്ഷെ നമുക്ക് അങ്ങനെ അല്ല, ഹാസ് പ്രൂവൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് കുറച്ച് ഡെമോക്രസിയുടെ വാല്യൂസ് ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് വന്നു. പിന്നെ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഇവരൊക്കെ കൂടി ഗൈഡ് ചെയ്തിട്ടല്ലേ നമ്മളിങ്ങനെ എത്തുന്നത്. ഡു യു തിങ്ക് ദാറ്റ് ഓൾ ഓഫ് എ സഡൻ അല്ലല്ലോ സംഭവിക്കുന്നത്. ഇറ്റ് ഹാപ്പൻ ത്രൂ ദ ഫൈറ്റ്. ഈ ഫൈറ്റിൽ മുഴുവനായിട്ട് ജനങ്ങളുടെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ എത്തി വന്നത്. പിന്നെ തുടക്കത്തിലുള്ള നമ്മുടെ ലീഡേഴ്സ് ഉണ്ടല്ലോ, ഇപ്പൊ നെഹ്റു ഉൾപ്പെടെയുള്ള ലീഡേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഇനിഷ്യൽ ടൈമിൽ അവർ ഫൈറ്റ് ചെയ്യുന്നത് കോൺഗ്രസിന് വേണ്ടിയിട്ടൊന്നുമല്ല. നിങ്ങൾ ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യൂ, നിങ്ങൾ ഡെമോക്രസി, ഇത് നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് അവസരമാണ് എന്ന് പറഞ്ഞ് ആണ് ഈ പോയിന്റിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, പ്ലീസ് റൈറ്റ്. Next paragraph എഴുതുക. Though Mill is highly appreciative of the merits of democracy, comma, he's reluctant in the sense that democracy can prove dangerous if the local conditions and people are not fit for democratic way of life. Not fit for democratic way of life. Mill has identified the following pitfalls of democracy. First one, majority rule can be tyrannical. മില്ല് മാത്രമല്ല കേട്ടോ, മില്ലിന്റെ സമയത്ത് അലക്സ് ഡി ടോക്വെല്ലി എന്ന് പറയുന്ന ഒരു കണ്ടംപററി ഉണ്ട്. അലക്സ് ഡി ടോക്വെല്ലി എന്ന് പറയുന്ന ആള് ഡെമോക്രസി ഇൻ അമേരിക്ക എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലും അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, കണ്ടീഷൻസ് സൂട്ടബിൾ അല്ലാത്ത സൊസൈറ്റിയിലേക്ക് ഡെമോക്രസി ഇറക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മജോറിറ്റി റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈറാനിക്കൽ റൂളായിട്ട് മാറും. അവർ പറയുന്നത് മാത്രം ശരി എന്നുള്ള രീതിയിൽ അവർ പറയുന്നത് എന്ന് വെച്ചാൽ എവരി റോങ് ഈസ് ആക്ച്വലി ജസ്റ്റിഫൈഡ് ഓൺ ദ നെയിം ഓഫ് മിയർ നമ്പേഴ്സ്. ഗെറ്റിംഗ് ദ പോയിന്റ്. അതായത് ലെറ്റ്സ് സേ നമ്മൾ ഒരാളെ കൊന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ദ്രോഹം ചെയ്തു, എന്തുകൊണ്ടാ? മജോറിറ്റി സേസ് ഇറ്റ്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അതായത് ജസ്റ്റ് ആ നമ്പറിന്റെ ബേസിൽ, അതായത് ദർ ഇസ് നോ ഗുഡ് ഓർ ദർ ഇസ് നോ ബാഡ് ഇൻ ദ ഡെമോക്രസി, ഓൺലി ദ നമ്പർ മാറ്റേഴ്സ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ടൈറാനിക്കൽ റൂൾ എന്ന് പറയുന്നത്. മജോറിറ്റി റൂൾ എന്ന് പറയുന്നത് ടൈറണി ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പം അലക്സ് ഡി ടോക്വെല്ലി ഇതേ സെയിം ആർഗ്യുമെന്റ് അംഗീകരിക്കുന്നുണ്ട്.
മില്ല് പറയുന്നുണ്ട് ടോക്കിയോയിൽ പറഞ്ഞതുപോലെ ശരിയാണെന്നുള്ള രീതിയിൽ. അടുത്തത് കളക്റ്റീവ് മീഡിയോക്രിറ്റി, രണ്ടാമത്തെ പിറ്റ്ഫോൾ, കളക്റ്റീവ് മീഡിയോക്രിറ്റി. മീഡിയോക്രിറ്റി എന്ന് വെച്ചാൽ ജനങ്ങൾ പൊതുവെ പൊട്ടന്മാരാ. കുറെ പൊട്ടന്മാർ വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം നന്നാവും, മനസ്സിലായോ? മില്ല് ഈസ് ആക്ച്വലി വെരി മച്ച് റിലക്റ്റന്റ് അബൌട്ട്, മില്ല് കുറച്ച് പഠിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചതിന് ഒരു സാധനം മില്ലിനുള്ളിൽ കിടപ്പുണ്ട്, ബാക്കിയുള്ളമാരൊന്നും പഠിച്ചിട്ടില്ല. അപ്പം ഇഗ്നറന്റ് ആയിട്ടുള്ള, പഠിപ്പില്ലാത്ത ഇവരെടുക്കുന്ന ഡിസിഷൻസ് മീഡിയോക്ര ആയിട്ടുള്ള ഡിസിഷൻസ് അല്ലേ ആവത്തുള്ളൂ. ഇത് പ്ലാറ്റോ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇഗ്നറന്റ് ആയിട്ടുള്ള ആൾക്കാർ എടുക്കുന്ന ഡിസിഷൻസ് പ്രശ്നമാണ്. പ്ലാറ്റോയുടെ ഇൻഫ്ലുവൻസ് കിടപ്പുണ്ട് കളക്റ്റീവ് മീഡിയോക്രിറ്റിയിൽ. ഓക്കെ, ജസ്റ്റ് അതൊന്ന് മാത്രം, അതൊരു പുതിയ കൺസിഡർ ആയതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യൂ. മിൽ ഈസ് മച്ച് അഫ്രൈഡ് ഓഫ്, മിൽ ഈസ് വെരി മച്ച് അഫ്രൈഡ് ഓഫ്, മിൽ ഈസ് വെരി മച്ച് അഫ്രൈഡ് ഓഫ്, Mill is very much afraid of, Mill is very much afraid of general ignorance, comma, incapacity, and insufficient mental qualifications, insufficient mental qualifications, mental qualifications, mental qualifications of the people who constitute, of the people who constitute the government. Government which represent huge majority of low intelligence people is bound to be mediocre, മനസ്സിലായോ? ബുദ്ധി ഇല്ലാത്ത കുറെ അധികം പേരുടെ ഗവൺമെന്റ് മീഡിയോക്കർ ആയിരിക്കും, പൂർ ഗവൺമെന്റ് ആയിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായി? അത് അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ്. അടുത്ത പോയിന്റ്, ഡിഫ്യൂഷൻ ഓഫ് പവർ ഇൻ ഡെമോക്രസി. മൂന്നാമത്തെ പോയിന്റ്, ഡിഫ്യൂഷൻ. പവർ ഒരാളുടെ കയ്യിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കത്തില്ല, ഡിഫ്യൂസ് ആയിരിക്കും. എന്താ ഉദ്ദേശിക്കുന്നത് ഡിഫ്യൂഷൻ ഓഫ് പവർ ഇൻ ഡെമോക്രസി? ഈ ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഞാനാ, തീരുമാനിക്കുന്നത് ഞാനാ. അപ്പം ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര എളുപ്പം. ഡെമോക്രസിയിൽ അങ്ങനെയാണോ? നമ്മളെല്ലാവരോടും ചേർന്ന തീരുമാനം എടുക്കുന്നത്. അപ്പൊ പലപ്പോഴും ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ഡിലേഡും കാര്യങ്ങളായിരിക്കും. പ്ലീസ് റൈറ്റ്. Democratic government generally cannot reach quick decisions, nor can it implement it promptly, due to diffusion of power. നിങ്ങൾക്ക് ആ ലോജിക്ക് എന്താ ഡെമോക്രസിയുടെ ഡിഫ്യൂഷൻ ഓഫ് പവർ എന്ന് മനസ്സിലായോ? കുറച്ച് കാര്യങ്ങൾ ഗവൺമെന്റ് ആയിരിക്കും, ചിലത് പാർലമെന്റാണ് തീരുമാനിക്കുന്നത്, ചിലത് എക്സിക്യൂട്ടീവ് ആയിരിക്കും, ചിലത് സിവിൽ സർവൻസ് ആയിരിക്കും.
മനസ്സിലായി? ഒരു അതോറിറ്റേറ്റീവ് ഫോം ഗവൺമെന്റ് ആണ് ഒരാളാണെങ്കിൽ പലപ്പോഴും കാര്യങ്ങൾ എടുക്കുന്നത്, ഡിസിഷൻ എടുക്കുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഭയങ്കര എളുപ്പമാണ്. ഡെമോക്രാറ്റിക്കലി ഡിസിഷൻ എടുക്കുന്നതും ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഡിഫിക്കൽട്ടാണ്. ശരിയല്ലേ? അടുത്തത്, ഇറ്റ് ഇഗ്നോർസ്, നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഇഗ്നോർസ് ഇന്റലിജൻസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഇക്വാളിറ്റി. മില്ല് ട്രൂ ഡെമോക്രസിയും ഒരു ഫാൾസ് ഡെമോക്രസിയും എന്ന് പറയുന്നുണ്ട്. മില്ല് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇരിക്കുന്ന ക്ലാസ്സിലുള്ളവരെല്ലാവരും ഞാൻ ഒരുപോലെ തന്നെ കൺസിഡർ ചെയ്യുന്നു. ഒരുപോലെ തന്നെ നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും സിവിൽ സർവീസ് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധി ഉണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇത് ഫാൾസ് ഡെമോക്രസി ആണ് എന്നാണ് ആര് പറയുന്നത്? മില്ല് പറയുന്നത്. നിങ്ങളിൽ ഓരോരുത്തരുടെയും കഴിവുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പൊ ഞാൻ അതനുസരിച്ചിട്ട് വേണം ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് നോളജ് തരുന്നതോ അല്ലെങ്കിൽ സപ്പോർട്ട് തരുന്നതോ ചെയ്യേണ്ടത് എന്നാണ് ആര് പറയുന്നത്? മില്ല് പറയുന്നത്. കാരണം എന്താ? ബേസിക്കലി ആൾക്കാർ ഡിഫറെൻ്റ്. നമ്മൾ ഇക്വാളിറ്റി എന്ന് പറഞ്ഞ് എല്ലാവരും ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും ശരിക്കും ഈക്വൽ ആണോ? എല്ലാവരും ശരിക്കും ഈക്വൽ അല്ല. വിത്ത് റെസ്പെക്ട് ടു ദ ഇന്റലിജന്റ് കപ്പാസിറ്റി. ഓക്കെ, പ്ലീസ് റൈറ്റ്. False democracy ignores the principle of nature that men are not gifted by nature. Men are not gifted by nature. Not gifted by nature. Men are not gifted by nature with equal intelligence, virtue and health. With equal intelligence, virtue and health. Equal intelligence, virtue and health. അതുകൊണ്ട് കൂടുതൽ ഇന്റലിജൻസ് ഉള്ളവർക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുക്കണം. അക്കോർഡിംഗ് ടു ഹിം, men of more intelligence should be given greater weightage. Should be given greater weightage. അഞ്ചാമത്തെ പോയിന്റ്, possibility of misuse of power by selected few. Possibility of misuse of power by the selected few for vested interest. ശരിക്കും മജോറിറ്റി ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗവൺമെന്റ് കുറച്ച് പേരുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അവരുടെ ഉദ്ദേശത്തിനോ ദുരുദ്ദേശത്തിനോ അനുസരിച്ചിട്ടായിരിക്കും ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന മില്ല് പറഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫിൽ എഴുതാം. But Mill has not completely lost all hope. In his effort to address these pitfalls, Mill suggests certain reform
certain reforms to the functioning of democracy. To the functioning of democracy. കുറച്ചൊക്കെ നല്ലതാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല, നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. Let's see it completely. First one, right type of education. Right type of education. Hyphen. Education should impart a civic sense and art of citizenship. Should impart, IMPART, impart a civic sense and art of citizenship. Civic sense and art of citizenship. രണ്ടാമത്തെ പോയിന്റ്, eternal vigilance. Eternal vigilance എന്ന് വെച്ചാൽ എപ്പോഴും ആരെങ്കിലും ഈ പവർ മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് സദാസമയം വിജിലന്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത്. Eternal vigilance. If the public is vigilant enough, vigilant enough, no government can deprive them of their rights, and no government can deprive them of the rights and rule them in a dictatorial manner. അടുത്ത പോയിന്റ്, ഓപ്പൺ ബാലറ്റ്. ഇതിന്റെ ലോജിക്ക് ഞാൻ പറയാം, നിങ്ങൾ എഴുതണ്ട, അത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. എൻ്റെ പേഴ്സണൽ വെൻഡേറ്റ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഇഷ്ടം, അതും അല്ലെങ്കിൽ എൻ്റെ പ്രെജുഡൈസ് ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് സീക്രട്ട് ആയിട്ടാണ്, ഓപ്പൺ ആയിട്ടായിരിക്കത്തില്ല. ഓപ്പൺ ആയിട്ട് മനുഷ്യന്മാർ കുറച്ചുകൂടെ നല്ല ആൾക്കാരായിരിക്കും. സീക്രട്ട് ആയിട്ടാണ് അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ വളരെ നമ്മുടെയൊക്കെ ലൈഫിൽ ഈ സംഭവം നമ്മൾ നേരിട്ടോ അല്ലാതെയൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. I have seen actually some of my students, generally സർവീസ് ഒക്കെ കിട്ടിയ കുട്ടികൾ ഇപ്പം പഠിക്കുന്ന സമയത്തൊക്കെ അവർ ഭയങ്കര റിസർവേഷൻ ഒക്കെ എന്ന് പറഞ്ഞ കൺസിഡർ, പിന്നെ ബിച്ച് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. പിന്നെ അതിനെപ്പറ്റി മോശം പറയുന്നത്, എൻ്റെ അത്ര റാങ്ക് പോലും ഇല്ല, അവനല്ലേ, അവൾക്ക് ഇതുള്ളത് കൊണ്ടല്ലേ അവൻ ആ സർവീസ് കിട്ടിയത്. ബട്ട് ഓപ്പൺലി ദേ ഡോണ്ട് ടെൽ. ദേ ആർ വെരി ക്ലിയർ ദാറ്റ് അതാരാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിലായിരിക്കും അവർ എൻ്റെ അടുത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. ദ പോയിന്റ് ഈസ് ദാറ്റ് നമ്മൾ സീക്രട്ട് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡിസിഷൻസിൽ പലപ്പോഴും നമ്മുടെ ആ ഒരു പേഴ്സണൽ സാധനം എന്ത് ചെയ്ത് വരും, കയറി വരും. ഓപ്പൺ അപ്പം വോട്ടിംഗ് ഒക്കെ കുറച്ചും കൂടെ കറക്റ്റ് ആവുന്നത് ഓപ്പൺ ആകുമ്പോഴത്തേക്കാണ്. സീക്രട്ട് ആകുമ്പോൾ നമ്മുടെ പ്രജുഡൈസും നമ്മുടെ പേഴ്സണൽ റൈവലറിയും ഒക്കെ നമ്മുടെ വോട്ടിങ്ങിന് എന്ത് ചെയ്യും, ഇമ്പാക്ട് ചെയ്യുമെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ വോട്ടിംഗ് ബിഫെയറിന് ഇമ്പാക്ട് ചെയ്യുമെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ മില്ല് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ജസ്റ്റ് ഇത്ര മാത്രം ഇത്ര ഒന്ന് എഴുതൂ. പേഴ്സണൽ റൈവലറി and prejudices will impact voters' behavior more readily in secret than in public. Will impact voters' behavior more readily in secret than in public.
അങ്ങനെ അദ്ദേഹത്തിന് നല്ല കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കും റിഫോംസ് ഒക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നല്ല റിഫോംസ് ആണല്ലോ എന്ന് തോന്നും. മോശങ്ങൾ വരാൻ പോകുന്നുള്ളൂ കേട്ടോ. അതെന്ന് വെച്ചാൽ എനിക്ക് ആ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നല്ലത് ഇങ്ങനെ പറഞ്ഞ് മോശം പറഞ്ഞ് നമുക്ക് ആ റിലക്ടന്റ് ഡെമോക്രാറ്റ് എന്നുള്ള പോയിന്റ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓർഡർ മാറ്റി പറയുന്നത്. സോ പ്ലീസ് റൈറ്റ് സെക്കൻഡ് ചേംബർ ഇൻ ദ ലെജിസ്ലേച്ചർ. സെക്കൻഡ് ചേംബർ ഇൻ ദ ലെജിസ്ലേച്ചർ. അടുത്ത പോയിന്റ് എന്താ സെക്കൻഡ് ചേംബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ചേംബർ എന്തായിരിക്കും? ലോവർ ഹൗസ്. ലോവർ ഹൗസ് എപ്പോഴും ഡയറക്റ്റ് എലക്ടഡ് ഹൗസ് ആയിരിക്കും. ഏത് സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും ലോവർ ഹൗസ് ഡയറക്റ്റ് എലക്ടഡാണ്. അതൊരു മജോറിറ്റിയുടെ ഒരു എൻത്യൂസിയാസം ഉള്ളതായിരിക്കും അല്ലേ ഇതിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ പോപ്പുലർ ഒപ്പീനിയൻ, അതിന് പോപ്പുലർ ഒപ്പീനിയനാ ഒരു ബില്ല് വേണം, പോപ്പുലർ ഒപ്പീനിയൻ സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കും, പോപ്പുലർ ആക്ഷൻ ഇത് എടുക്കണം. അപ്പൊ അങ്ങനെ ഭയങ്കര എൻത്യൂസിയാസ്റ്റിക് ആയിരിക്കും. ആ എൻത്യൂസിയാസം തടയാന്നുള്ളതാണ് അപ്പർ ഹൗസിന്റെ ചേംബർ ഓഫ് വിസ്ഡം എന്നാണ് നമ്മൾ പലപ്പോഴും സെക്കൻഡ് ഹൗസിനെ പറയുന്നത് തന്നെ. മനസ്സിലായി? കാരണം സെക്കൻഡ് ഹൗസ് ഒരിക്കലും പബ്ലിക് ഒപ്പീനിയന് ഇതായിരിക്കത്തില്ല. ഇപ്പം യു കെയിലാണെന്നുണ്ടെങ്കിൽ ഹൗസ് ഓഫ് ലോർഡ്ഷിപ്പാണ്, നമ്മുടെ ഇവിടെ ആണെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സാ. ഇതൊന്നും തന്നെ സെക്കൻഡ് ചേംബർ എന്തിനാ അല്ലെങ്കിൽ എന്തോട്ട് റിലേറ്റ് ചെയ്യുന്നില്ല? ഡയറക്റ്റ് പബ്ലിക് ഒപ്പീനിയനായിട്ട് റിലേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താ ഗുണം ഇവർക്ക്? കുറച്ചും കൂടെ ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു പോപ്പുലർ എൻത്യൂസിയാസം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ സിമ്പിൾ കാര്യം പറഞ്ഞുതരാവേ. എനിക്ക് തോന്നുന്നു that happened during ഉനുവ കത്തോറിപ്പിന്റെ സമയത്താണ് അനുഭവം. അതായത് ഒരു പബ്ലിക് ഔട്ട്ക്രൈ ഉണ്ടാവുക എന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ there is a crime against children or some heinous crime. ഭയങ്കര സ്ട്രോങ് പബ്ലിക് ഔട്ട്ക്രൈ ഉണ്ടാവും അല്ലേ? ഭയങ്കര സ്ട്രോങ് ലോസ് വേണം, അവരെ തൂക്കിക്കൊല്ലണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, വെടിവെച്ച് എഴുതണം. ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ചും റേപ്പ് പോലുള്ള പല ക്രൈംസ് വരുമ്പോഴത്തേക്കും, ഭയങ്കര ഹീനിയസ് ക്രൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അടിയിൽ സോഷ്യൽ മീഡിയയിൽ വല്ല കമന്റുകൾ എന്താണ്, അവൻ്റെ കൈ വെട്ടണം, കാല് വെട്ടണം, തല വെട്ടണം, എന്നിട്ട് ദുബായിലാണെങ്കിൽ അവൻ അത് വെട്ടിക്കളഞ്ഞേന്, ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ ഭയങ്കര കോമൺലി കാണും അല്ലെ? അപ്പം ലോ മേക്കേഴ്സ് പലപ്പോഴും ഈ ഒരു പബ്ലിക് എന്തൂസിയാസത്തിന് അവരുടെ എല്ലാ ആക്ഷനും ഈ പബ്ലിക് എന്തൂസിയായിട്ട് കണക്ട് ചെയ്തല്ലേ ജനങ്ങൾ എന്താ പറയുന്നത്. പക്ഷെ ഇൻ റിയാലിറ്റിയിൽ എത്രത്തോളം നല്ലതായിരിക്കും അത്? ഞാൻ എന്നാലും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് റേപ്പ് പോലുള്ള ക്രൈംസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്നതിലും ഒരു ഫണ്ടമെന്റൽ ഫ്ലോ ഉണ്ടെന്ന് പല പോലീസിങ് എക്സ്പേർട്ടുകളും പറയാറുണ്ട്. ആര് പറയുന്നത്? റേപ്പ് പോലുള്ള ഹീനസ് ക്രൈമാണ്. പക്ഷെ നിങ്ങൾ അതിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ പോകുമ്പോഴത്തേക്കുണ്ടല്ലോ, വിക്ടിമിനെ കൊല ചെയ്യാനുള്ള സാധ്യത വീണ്ടും ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. കൊലക്കുള്ള പണിഷ്മെന്റും റേപ്പുള്ള പണിഷ്മെന്റും സെയിം ആണെങ്കിൽ റേപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റേപ്പ് ചെയ്തു എന്ന് പറയാനുള്ള സാധ്യത ആരാ ഉള്ളത്? ആ വിക്ടിമാണല്ലേ. അപ്പൊ വിക്ടിമിനെ കൊന്നു കളയാനുള്ള സാധ്യത റിലേറ്റീവ്ലി കൂടുമല്ലേ. ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഇത് ചെയ്താൽ അത് ചെയ്ത് കഴിഞ്ഞാലും മിക്ക സിനിമയിലുള്ള സ്ഥിരം ഡയലോഗ് അല്ലേ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ രണ്ടുപേരെ കൊന്നാലും ഇപ്പം അത് സെയിം ഡയലോഗ്, ഒരേ തൂക്കുകയറാണ് എനിക്ക് കിട്ടുന്നത് അല്ലേ. അപ്പം ദർ ഈസ് ചാൻസസ് ദാറ്റ് ദ വിക്ടിം വിൽ ബി കിൽഡ് ബൈ ദ പെർപെച്വേറ്റർ എന്നാണ് പോലീസ്. നിങ്ങൾക്ക് ആ ലോജിക് കിട്ടുന്നില്ല? ഞാൻ എന്തെങ്ങനെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്, ലെറ്റ്സ് സേ A is actually trying to rape B and Aക്ക് കിട്ടാവുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് എക്സ് എമൗണ്ട് ഓഫ് ജയിൽ ടൈം ആണ്. ഓക്കെ, ഈ A ആണ് കുറ്റക്കാരെന്ന് പറയാൻ അല്ലെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ സാക്ഷി ആരാ? ഈ വിക്ടിമാണ്, B ആണല്ലേ. ഈ വിക്ടിം ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ if the punishment for both, for the rape as well as killing the victim are the same, what would be the chance of the person opting for the second one so that there will be lesser chances of incriminating him? Are you getting the point? ഒരു റേപ്പ് പോലുള്ള ഹീനസ് ക്രൈം ചെയ്യുന്ന ഒരാള് കൊല ചെയ്യാനും മടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അവരുടെ മോറൽ സെൻസിൽ നിന്ന് ചിന്തിച്ചാൽ പോലും അയ്യോ കൊലപാതകം ഞാൻ ചെയ്യത്തില്ല എന്ന് പറയത്തില്ലല്ലോ. റേപ്പ് പോലെ ഹീനസ് ക്രൈം ചെയ്യുന്ന ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം he might be equally ready to kill that particular person also, provided that will actually help him to escape from the prison. ഇതാണ് പോലീസിങ്ങിലും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലും ഇത് പ്രൂവൺ ആണെന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഹീനസ് ക്രൈമിൽ റേപ്പുള്ള പണിഷ്മെന്റ് വേണ്ട എന്ന് പോലീസ് ഒബ്സർവ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത്, പക്ഷെ അതേ സമയത്ത് ലോ മേക്കേഴ്സ് എന്താ ചിന്തിക്കുക? ലോ മേക്കേഴ്സ് ആക്ച്വലി വാണ്ട് ടു സാറ്റിസ്ഫൈ ദാറ്റ് പബ്ലിക് ഔട്ട്ക്രൈ അല്ലേ. പബ്ലിക്കിന് വേണ്ട എന്താ? പബ്ലിക്കിന് ഭയങ്കര സ്ട്രിക്റ്റ് ആക്ഷൻസ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊണ്ടുവരണം. ഉനുവ കത്തോ റേപ്പ് നടന്നു ഭയങ്കര പ്രൊട്ടസ്റ്റും കാര്യങ്ങളും വന്നു. ഉടനെ തന്നെ നമ്മൾ ലോ മാറ്റി, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെന്റ്, പബ്ലിക് ഹാപ്പിയായി.
അപ്പൊ ലോ അതായത് ലോ മേക്കിങ്ങിൽ ലോവർ ഹൗസസ് എപ്പോഴും ആ പബ്ലിക് ഒപ്പീനിയൻ എന്താണ്, ആ ഒരു ഭയങ്കര പബ്ലിക് ഒപ്പീനിയൻ എന്താണ്, അതിലേക്ക് ഒരു സെൻസ് ഓഫ് പാസിഫിക്കേഷൻ കൊണ്ടുവരുന്ന അടങ്ങ്, ഇങ്ങനെ നിയമം ഉണ്ടാക്കി ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് എന്താണ്, ആ പബ്ലിക് ആ കേർബ് യുവർ എന്തൂസിയാസം എന്ന് പറയും. ആക്ച്വലി അതൊരു സീരീസിന്റെ പേരാണ്. ഓക്കെ, ആ എന്തൂസിയാസം കേർബ് ചെയ്യുന്നത് ആണ് സെക്കൻഡ് ഹൗസ്. മനസ്സിലായി? കിട്ടിയ ലോജിക് അത്? പ്ലീസ് റൈറ്റ്. Second chamber would help in curbing the enthusiasm the second chamber would help in curbing the enthusiasm of the majority party in the lower chamber on the lower chamber to recklessly pursue its own interest. അടുത്ത പോയിന്റ്, റൈറ്റ് ടു വോട്ട് ഫോർ വുമൻ. റൈറ്റ് ടു വോട്ട് ഫോർ വുമൻ. അതിപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം ഭയങ്കര അതിലെന്ത് ഇത്ര വലിയ പോയിന്റ് എന്ന്. അദ്ദേഹം ഇത് പുട്ട് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു സൊസൈറ്റിയിലേക്കാണ് അദ്ദേഹം അത് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് കേട്ടോ. റൈറ്റ് ടു വോട്ട് ഫോർ വുമൻ. അതായത് 19ാം നൂറ്റാണ്ടിൽ 20ാം നൂറ്റാണ്ടിന്റെ കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചു എന്ന് അദ്ദേഹത്തിനെ പറ്റി പറയാനുള്ള. ഹി വാസ് ആക്ച്വലി പുട്ടിംഗ് ഫോർവേഡ് ദ ഐഡിയാസ് ഓഫ് 20th century വൈൽ ഹി വാസ് ഇൻ ദ 19th century. ഞാൻ പറഞ്ഞിരുന്നു, ഹാരി ടൈലർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ്. അപ്പൊ പുള്ളിക്കാരിയുടെ ഒരു ഇൻഫ്ലുവൻസും അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ സബ്ജുഗേഷൻ എ വുമൺ എന്നുള്ള പുസ്തകം എഴുതുമ്പോൾ വരുന്നുണ്ട്. റൈറ്റ് ടു വോട്ട് ഫോർ വുമൻ. അത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണ്ട. അടുത്ത പോയിന്റ്, സ്റ്റേറ്റ് ഫണ്ടഡ് ഇലക്ഷൻ. State funded election. State funded election. അത് ഇന്ന് ഭയങ്കര റെലവൻ്റ് അല്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്. ഞാൻ അതാ പറഞ്ഞത്, മില്ല് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇന്നും അതിന് വാലിഡിറ്റി ഉള്ളൊരു കാര്യമാണ്. സ്റ്റേറ്റ് ഫണ്ട് ഇലക്ഷൻ എന്താണെന്ന് അറിയാലോ? ഇലക്ഷനിലെ എക്സ്പെൻഡിച്ചേഴ്സ് കാൻഡിഡേറ്റ്സ് വഹിക്കാതെ സ്റ്റേറ്റ് വഹിക്കുന്ന അർത്ഥത്തിൽ. ഓക്കെ, അടുത്തത് പ്ലൂറൽ വോട്ടിംഗ്. പ്ലൂറൽ വോട്ടിംഗ്. പ്ലൂറൽ വോട്ടിംഗ്. ഒരു മിനിറ്റ്, പ്ലീസ് റൈറ്റ് വെയ്റ്റഡ് വോട്ടിംഗ് എന്ന് എഴുതൂ. വെയ്റ്റഡ് വോട്ടിംഗ്. കട്ട് ചെയ്ത് ഫ്ലോർ വോട്ടിംഗ് വേറെ പോയിന്റ്. വെയ്റ്റഡ് വോട്ടിംഗ് എന്നാക്കും അത്. വെയ്റ്റഡ് വോട്ടിംഗ്. വെയ്റ്റഡ് വോട്ടിംഗ്. വെയ്റ്റഡ് വോട്ടിംഗ്. Weighted voting. In order to avoid the rule of ignorance, Mill suggested that more educated and intelligent class, in order to avoid the rule of ignorance, Mill suggested that more educated and intelligent classes should be given weightage in voting.
Those who are educated, those who are educated, those who are educated and possess property, and possess property, property should be given more than one vote. Should be given more than one vote. അടുത്ത plural voting. Plural voting. Plural voting. Plural voting. Person should have right to vote. Person should have right to vote in all constituencies. In all constituencies where he have his own property. He have his own property. മനസ്സിലായോ? എനിക്ക് പല സ്ഥലത്തും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവിടെയൊക്കെ എനിക്ക് വോട്ട് ചെയ്യാമെന്നാവും. ഒന്നിലധികം സ്ഥലത്ത് എനിക്ക് വോട്ട് ചെയ്യാനാവും. അപ്പൊ അതിന്റെ പ്രശ്നം എന്താ? പ്രോപ്പർട്ടി ഇല്ലാത്തവന്റെ വോയിസ് ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും, അല്ലെങ്കിൽ കേൾക്കത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും കേൾക്കുന്നത്. എനിക്ക് കുറെ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മോർ അരിസ്റ്റോക്രാറ്റിക് ഓർ ആ ഒരു എലൈറ്റിസ്റ്റ് ഇൻ നേച്ചർ അല്ലേ? അടുത്ത പോയിന്റ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. Proportional representation. Proportional representation. Instead of majoritarian model. Majoritarian model. Next paragraph at either. The study of Mill's ideas on democracy. The study of Mill's ideas on democracy Mill's ideas on democracy reveals that he was a Democrat. He was a Democrat, but with some reservation. But with some reservation. Some of his reforms, like right to vote for women, comma, need of education, comma, open ballot, etc. Open need of education, comma, open ballot, etc. With the exception of right, with the exception of statement, some of his reforms like right to vote for women, comma, the need for education, comma, open ballot, are aimed at truly reforming the existing patterns of democracy. Truly reforming the existing patterns of democracy. Existing patterns of democracy. But some other reforms, like weighted voting or plural voting, etc.
plural voting, etc., are more aristocratic in nature. More aristocratic in nature. Aristocratic in nature. Here we can observe Mill as a reluctant or distrustful Democrat. Here we can observe Mill as a reluctant or distrustful Democrat. Reluctant or distrustful Democrat. He accepted democracy with a pinch of salt. He accepted democracy with a pinch of salt. By advocating for plural voting, by advocating for plural voting, he goes against his own principles of basic equality of rights. Basic equality of rights. Basic equality of rights. According to C.L. Viper, W-A-Y-P-E-R, C.L. Viper, failure to defend the principles of basic equality of right, failure to defend the principles of basic equality of right among men is the real weakness in the failure to. നിങ്ങളൊന്ന് ആലോചിക്കുക എന്താണ്, എല്ലാ മനുഷ്യരും ഒന്നാണെന്നല്ലേ ഫണ്ടമെന്റൽ ഐഡിയ പറഞ്ഞത്. എന്നിട്ട് അങ്ങനെ തന്നെ വന്നിട്ട് പറഞ്ഞു പഠിപ്പുള്ളവന് കൂടുതൽ വോട്ട്, സ്ഥലമുള്ളവന് കൂടുതൽ വോട്ട്, ടാക്സ് അടയ്ക്കാത്തതിന് വോട്ട് ചെയ്യേണ്ട. അപ്പം ഇക്വാളിറ്റിയുടെ പ്രിൻസിപ്പിൾ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നുണ്ടോ? ഇക്വാളിറ്റിയുടെ പ്രിൻസിപ്പിൾ ഡിഫെൻഡ് ചെയ്യാത്തതാണ് അദ്ദേഹത്തിന്റെ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ഫെയിലിയർ. അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പ്ലീസ് അതാണ് ഒന്നുകൂടെ കേൾക്കൂ. ഫെയിലിയർ ടു ഡിഫെൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബേസിക് ഇക്വാളിറ്റി ഓഫ് റൈറ്റ് അമോങ് മെൻ ഈസ് ദ റിയൽ വീക്ക്നെസ് ഇൻ Mill's defense of democracy. Mill's defense of democracy. Mill's defense of democracy. Mill's defense of democracy. Okay. Last of the point, just on the note down here. Mill on subjection of women. Mill on subjection of women. Subjection or subjugation or not. Mill on subjection of women. Other than അടുത്ത subjection of women. Oh, women. Subjection of what എന്നാണ് ഞാൻ പറഞ്ഞത്? ആണോ? Subjection of women. കുറെ തവണ നമ്മൾ വോട്ട് എന്ന് പറഞ്ഞില്ലേ, നീ അങ്ങനെ കേട്ടായാലോ? Subjection of women.
നമുക്ക് ഹാരി ടൈലറിന് ഇൻഫ്ലുവൻസ് ഒഫീഷ്യലി അതന്നെ പറഞ്ഞ കറക്റ്റാ. പൈസയില്ല. Okay. With see, political economism civil servant J.S. Mill published in 1869 with ideas he developed jointly with his wife Harriet Taylor Mill. കല്യാണം കഴിക്കുന്ന കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ആദ്യം 53ാമത്തെ ഏജിലാണ് he married Sir. See, they were actually meeting with each other and discussing and collaborating intellectually for a long period. നിങ്ങളുടെ മനസ്സിൽ കൂടെ ദുഷ്ടചിന്ത ഒന്നും പോകണ്ട. Collaborating intellectually എന്നാണ് ഞാൻ പറഞ്ഞത്. Okay, please write. In his essay, The Subjection of Woman, which Mill developed jointly with Harriet Taylor, argues for equality between sexes. മില്ലിന്റെ സ്വന്തം ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് മില്ലിന്റെ മകള് ഹെലൻ ടൈലർ അതായത് ഉണ്ട്. അപ്പം ultimately published, it was enriched with some important ideas of my daughters and some passages of her writing. എഴുതണ്ട. But all that is most striking, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, most striking and profound in what was written by me belongs to my wife. Coming from the fund of thought that had been made common to us both by our innumerable conversations and discussions on a topic that filled so large a place in our mind. ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം ഉണ്ടായിരുന്ന ഈ ഒരു തോട്ടിലുള്ള ഞങ്ങളുടെ ഡിസ്കഷൻസും ഡിബേറ്റ്സുമാണ് ഈ പുസ്തകത്തിലേക്കുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്നാണ് മില്ല് പറഞ്ഞത്. എനിവേ, ഇക്വാളിറ്റി ഓഫ് സക്സസ് എഴുതില്ലേ? ഓക്കെ, പ്ലീസ് റൈറ്റ്. All forms of slavery has been abolished. All forms of slavery has been abolished. All forms of slavery have been abolished, except the slavery of women. Slavery of women. Slavery of women is a universal phenomenon. Slavery of women is a universal phenomenon. Just because it is universal does not mean it is right. Just because universal, just because it is universal, just because it is universal does not mean it is right. He strongly advocated for women participation in public sphere. Mill attacks the argument that
participation in public sphere. Mill attacks the argument that women are naturally worse at some things. Women are naturally worse at some things. Naturally worse at some things that men naturally worse. WRSC, mosham. WRSC, worse. Oh, ശരിയാ correct ആണ്. നിങ്ങൾ correct ആണ്. I am wrong. Are naturally worse at some things that men and therefore should be discouraged. We do not know what woman is capable. We do not know what woman is capable. Because we have never let them try. Never let them try. If the society really want to discover what is if the society really want to discover what is natural in gender relations, society should allow women to perform all services, ensuring a fair economic return for their contributions to general welfare. This will be beneficial from an individual and societal perspective. Next paragraph. He was also strongly against the existing marriage laws most of which considered woman merely as a property of husband. Woman suffrage was another argument. Woman suffrage was
women suffrage was another core of his argument, another core element of his argument, another core element of his argument. Women make women make half the population. Women make up half the population and should have the right to vote. Should have the right to vote as political policies, and should have the right to vote as political policies would affect women too. Would affect women too. Next paragraph. Mill was not a mere theorist. Mill was not a mere theorist when it comes to women rights. When it comes to women rights. On the influence of Harry Taylor, he actively campaigned for women's rights. He actively campaigned for women's rights. He actively campaigned for women's rights as an MP, and was the president of Natural Society for Women Suffrage. Natural Society for Women Suffrage. He actively campaigned for women's rights as an MP and was the president of National Society for Women Suffrage. National Society for Women Suffrage. National Society for Women Suffrage. അതായത് അദ്ദേഹം വെറുതെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രമല്ലായിരുന്നു, അദ്ദേഹം അത് ആക്റ്റീവ്ലി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, പെർസ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു റിയൽ ലൈഫിൽ എന്ന് പറഞ്ഞത്. After Plato, it was Mill who was concerned. Mill who was concerned with the right of women, with the rights of women. പ്ലാറ്റോയുടെയും മില്ലിന്റെയും വുമന്റെ കൺസിഡറേഷൻ ഒരു ഫണ്ടമെന്റൽ ഡിഫറൻസ് ഉണ്ട്. പ്ലാറ്റോ വുമന് വേണ്ടിയിട്ടല്ല ആർഗ്യൂ ചെയ്തത്, എല്ലാവർക്കും ഈക്വൽ സേ വേണമെന്നുള്ള രീതിയില്ല. ഇദ്ദേഹം ആർഗ്യുമെന്റ്സ് വെക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും വുമൺ സ്പെസിഫിക് ആയിട്ടുള്ള കുറെ എലമെന്റുകൾ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അദ്ദേഹം അന്ന് വാദിച്ചിരിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് നടന്നിട്ടുണ്ടല്ലേ. പ്രോപ്പർട്ടി റൈറ്റ്സിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്, മാരേജ് റൈറ്റ്സിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്, വുമൺ ഈക്വൽ പാർട്ടിസിപ്പേഷൻസ് വന്നു പല സൊസൈറ്റികളിലും. അന്ന് അദ്ദേഹം കുറെ എക്സാമ്പിൾ പറയും. ജോൺ ഓഫ് ആർക്കിനെയും ക്വീൻ എലിസബത്തിനെയൊക്കെ അദ്ദേഹം പലപ്പോഴും എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, വുമണ് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവർ നല്ലത് ചെയ്യുമെന്ന്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇന്ന് ലോകത്ത് പല മേജറായിട്ടുള്ള രാജ്യങ്ങളും ഹെഡ് ചെയ്യുന്നത് വുമൺ ലീഡേഴ്സ് ഹെഡ് ചെയ്യുന്നുണ്ട്. വുമൺ ആക്റ്റീവ്ലി പൊളിറ്റിക്കൽ സ്ഫിയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ. ഇനി വുമൺ വരുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജിനെ പറ്റി ഇപ്പൊ പല ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല തോട്ടിനെയും തുടക്കം കുറിച്ചിരിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തില് മില്ല്. ഓക്കെ, സോ വിത്ത് ദാറ്റ് വി ഹാവ് കം ടു ദ കൺക്ലൂഷൻ ഓഫ് ജെഎസ് മിൽ. 5 തീം: യൂട്ടിലിറ്റേറിയനിസം, ലിബർട്ടി, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഡെമോക്രസി. ഇത് കണക്റ്റഡ് ആണ്, അല്ലെ. അദ്ദേഹത്തിന്റെ ലിബർട്ടി തന്നെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ്. ആ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ലിബർട്ടി അല്ലെ എന്തുള്ളൂ ഡെമോക്രസി പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് കണക്റ്റഡാ. പിന്നെ സബ്ജക്ഷൻ ഓഫ് വുമൺ, അത് ഹാരി ടൈലറിന്റെ ഇൻഫ്ലുവൻസ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ബെന്താമിന്റെ ഇൻഫ്ലുവൻസ്, യൂട്ടിലിറ്റേറിയനിസം, ഹാരി ടൈലറിന്റെ ഇൻഫ്ലുവൻസിൽ സബ്ജക്ഷൻ ഓഫ് വുമൺ. പിന്നെ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് അദ്ദേഹം ലിബർട്ടിയും ഫ്രീഡം ഓഫ് സ്പീച്ചും ഡെമോക്രസിയും പറഞ്ഞു. ഇനി ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഗ്രീക്ക് ഫിലോസഫേഴ്സിന്റെ ഇൻഫ്ലുവൻസ് എല്ലായിടത്തും കാണാൻ പറ്റും. ഇവിടെ കൂടുതലാ, ഇവിടെയുണ്ട്. കാരണം പ്ലാറ്റോ ഹാസ് ബീൻ വൺ ഓഫ് ദ ഫോർമോസ്റ്റ് പേഴ്സൺ ടു ടോക്ക് അബൌട്ട് വുമൻസ് റൈറ്റ്, അല്ലെ. ക്ലാസിക്കൽ അല്ലെങ്കിൽ
ഗ്രീക്ക് ഐഡിയലിസം അല്ലെങ്കിൽ ഗ്രീക്ക് തിങ്കേഴ്സിന്റെ കൺസെപ്റ്റുകൾ അദ്ദേഹത്തിന് പുറത്ത് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ വരുമ്പോൾ ഡിസ്കഷൻ ഇമ്പോർട്ടൻസ് പറഞ്ഞതൊക്കെ. അപ്പം അദ്ദേഹത്തിന് പുറത്തുള്ള ഇൻഫ്ലുവൻസ് നമ്മൾ മനസ്സിലാക്കി, അദ്ദേഹത്തിന്റെ ഐഡിയാസ് മനസ്സിലാക്കി. പഠിക്കാൻ ഏറ്റവും എളുപ്പം ഏറ്റവും രസമുള്ള തിങ്കേഴ്സിൽ ഒരാളാണ്. എന്നാൽ നമ്മൾ വായിക്കുമ്പം ഒരിടത്തും തുടങ്ങി അപ്പുറത്ത് എത്തുന്ന ഒരു സാധനം നമുക്ക് കത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മിക്ക ചോദ്യം നമുക്ക് അഡ്രസ് ചെയ്യാനും പറ്റും. വൈൽ യു സ്റ്റാർട്ട് അറ്റ് വൺ പോയിന്റ് ആൻഡ് വൈൽ യു എൻഡ് ഇൻ സം അതർ പോയിന്റ്, അല്ലേ മില്ലിൽ കാണുന്നത്. ദാറ്റ് ഇസ് സംതിങ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഓൾസോ. ഇപ്പം മില്ലിനെ പറ്റി എല്ലാവരും ഭയങ്കര, ഇപ്പം മില്ല് നിങ്ങൾ പൊതുവെ മില്ലിന്റെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഒക്കെ റിലക്ടന്റ് ഡെമോക്രാറ്റ് എന്ന് എം ടി ലിബർട്ടിന്റെ ഫിലോസഫർ എന്നൊക്കെ വായിക്കുമ്പോൾ ഇറ്റ് സീംസ് എ വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ബട്ട് ഇൻഫാക്ട് മില്ല് പഠിച്ചാൽ നമുക്ക് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് അഡ്രസ് ചെയ്യേണ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അതാ. അത് ഭയങ്കര പാടുള്ള ടോപ്പിക് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആദ്യം പഠിക്കുമ്പോഴോ നമ്മൾ മില്ലെന്ന് പറഞ്ഞ തിങ്കറെ കൃത്യം മനസ്സിലാവാത്ത രീതിയിൽ കാണുമ്പോഴോ ഈ ഡെമോക്രസിയെ പറ്റി ഇത്രയും വാദിച്ച ഒരാൾ എങ്ങനെയാണ് റിലക്ടന്റ് ഡെമോക്രാറ്റ് ആവുന്നത്, ലിബർട്ടിക്ക് വേണ്ടി ഇത്രയും ആർഗ്യൂ ചെയ്ത ഒരാൾ എങ്ങനെയാണ് എന്ന് ചിന്തിക്കും. ബട്ട് ദാറ്റ് ഇൻകൺസിസ്റ്റൻസി ഈസ് വാട്ട് ആക്ച്വലി കംസ് ആസ് ക്വസ്റ്റ്യൻസ്. ദാറ്റ് അത് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഐ മീൻ ഇതിനകത്തുനിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ? ഫസ്റ്റ് ഫെമിനിസ്റ്റ് തിയറി എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് വൺ ഓഫ് ദ ഫോർമോസ്റ്റ് ആണ് ഹാരി ടൈലർ. ഫസ്റ്റ് ഫെമിനിസ്റ്റ് തിങ്കർ എന്നും പറഞ്ഞിട്ട് ഒരാളെ ഫീമെയിൽ ആയ ഫെമിനിസ്റ്റ് തിങ്കർ എന്ന് പറഞ്ഞാൽ ഹാരി ടൈലർ വൺ ഓഫ് ദ ഫോർമോസ്റ്റ് ആൾക്കാരിൽ ഒരാളാ. അതിനു മുമ്പ് ഒരാളും കൂടെ പറയാറുണ്ട് നമ്മള്. അങ്ങനല്ല, ഒരു someone who has put forward an ideology in a book or something rather than actions. ഇപ്പൊ നമുക്ക് ഇതിനു മുമ്പ് പല റൂളേഴ്സ് ഒക്കെ, വുമൺ റൂളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, വിമൻ റൂളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം. ബട്ട് ഫ്രം ആൻ അക്കാഡമിക് പെർസ്പെക്റ്റീവില് ഫസ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്ന ഹാരി ടൈലറിന്റെ ബുക്ക് തന്നെ കേട്ടോ. വൺ ഓഫ് ദ ഫസ്റ്റ് ബുക്ക് വിച്ച് വി ഡിസ്കസ് വെൻ വി ആർ കമ്മിങ് അബൌട്ട് ഫെമിനിസം പഠിക്കുമ്പോൾ പറയുന്ന ആദ്യത്തെ പുസ്തകങ്ങളിലൊന്നും ഇതാ. നിങ്ങൾ വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ കൊണ്ട് ഞാൻ പറയാം. ഞാനത് കണക്ട് ചെയ്ത് കൺക്ലൂഡ് ചെയ്യാന്ന് വെച്ചു, ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചതാ. ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം കേട്ടിട്ടുണ്ടോ? വെസ്റ്റേൺ വേൾഡിൽ വുമൺ റൈറ്റ്സിന് വേണ്ടി തുടക്കത്തിലുള്ളതാ. എന്താ ആർഗ്യൂ ചെയ്തെന്നറിയാം? ദേ വെർ ഫൈറ്റിംഗ് ഫോർ സഫ്രേജ്, വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഇത് ഈ പറഞ്ഞു വെച്ചതിന്റെ അലയോടികൾ ഇങ്ങനെ വന്ന് ഫസ്റ്റ് വേവ് ഫെമിനിസം ആണ് തുടക്കത്തിലുണ്ടാകുന്നത്. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചത് വോട്ടിംഗ് റൈറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ശരിയാവുന്ന. അപ്പൊ അത് കിട്ടി കുറെ നാൾ കഴിഞ്ഞിട്ട് വുമന്റെ പ്രശ്നങ്ങൾ ശരിയാവാതിരിക്കുമ്പോഴാണ് സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അഡ്രസ് ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ഉണ്ട്, പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ നിന്ന് പിന്നെ ഒരു തേർഡ് വേവ് ഫെമിനിസം വരുന്നത് പ്രത്യേകിച്ചും അതായത് ഈ ഏഷ്യൻ അല്ലെങ്കിൽ അതായത് ഞാൻ പറയാം, ഈ ഇന്റർസെക്ഷനാലിറ്റിയുടെ എലമെന്റ് ഒക്കെ അവിടെ, അതായത് ബ്ലാക്ക് വുമന്റെ ഫെമിനിസം, ദലിത് ഫെമിനിസം, അതായത് അങ്ങനത്തെ ഉള്ള ഒരു ആർഗ്യുമെന്റ്. മറ്റൊരു ഈ ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അതായത് യു ബീങ് എ ദലിത് യു ആർ സബ്ജുഗേറ്റഡ്, യു ബീങ് എ വുമൺ യു ആർ സബ്ജുഗേറ്റഡ്, യു ബീങ് എ ദലിത് വുമൺ യു ആർ ഡബ്ലി സബ്ജുഗേറ്റഡ്. ആ ഇന്റർസെക്ഷനാലിറ്റി ഓഫ് ടു ഓഫ് യുവർ ഐഡന്റിറ്റി ആക്ച്വലി ബ്രിങ്ങിങ് ആൻ എലമെന്റ്. മനസ്സിലായോ? അല്ലെ, ഞാൻ ഇപ്പം ഐ എം എ മുസ്ലിം, ഐ എം സബ്ജുഗേറ്റഡ് ഇൻ സൊസൈറ്റി. ഐ എം എ മുസ്ലിം വുമൺ, ഐ എം സബ്ജുഗേറ്റഡ് ഇൻ സൊസൈറ്റി. ആസ് എ വുമൺ ഒരു സബ്ജുഗേഷൻ ഉണ്ട്, ആസ് എ മുസ്ലിം സബ്ജുഗേഷൻ ഉണ്ട്. രണ്ടും കൂടെ ചേരുമ്പോൾ ഇങ്ങനെയുള്ള ചില ഇന്റർസെക്ഷനാലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് തേർഡ് വേവിലേക്ക് വരുമ്പോഴത്തേക്കും കാണുന്നത്. ബട്ട് അന്നും ഫസ്റ്റും തേർഡ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ആ സെക്കൻഡ് വേവ് ഫെമിനിസം ആണ് ഇൻ റിയലിൽ വാട്ട് ഈസ് ഫെമിനിസം എന്നുള്ള ടോപ്പിക്കിൽ ഇന്നിപ്പോഴൊക്കെ കൂടുതൽ ഡിസ്കഷൻ നടക്കുന്നത്. ഫണ്ടമെന്റലി പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന തീമൊക്കെ അവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അതായത് നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസം എന്ന് പറയുന്നത് വോട്ടിംഗ് റൈറ്റ്സും കാര്യങ്ങളുമാണ്. അപ്പൊ പബ്ലിക് സ്പിയറിലാണ്, അല്ലെ, പബ്ലിക് സ്പിയറിലാണ് നമുക്ക് അവിടെ അല്ലേ വോട്ടിംഗ് റൈറ്റ്സിനെ പറ്റി പറയുന്നതും ഈക്വൽ റൈറ്റ്സിനെ പറ്റിയൊക്കെ വാദിക്കുന്നതും. അപ്പൊ പബ്ലിക് സ്പിയർ പൊളിറ്റിക്കലാണ്, അത് ഓൾറെഡി പൊളിറ്റിക്കലാണ്. പക്ഷെ ഫെമിനിസം പറയുന്നത് അതല്ല, അവിടെ അല്ല. ഈ പബ്ലിക് സ്പിയറിൽ നടക്കുന്ന സബ്ജുഗേഷൻ ഡിസൈഡ് ചെയ്യപ്പെടുന്നത് എവിടെയാ? പേഴ്സണൽ സ്പിയറിലാണ്. നിങ്ങളുടെ വീട്ടില്, നിങ്ങളുടെ ഫാമിലിയിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ജോലി ഷെയർ ചെയ്യുന്നതിൽ ഇവിടുന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പേഴ്സണൽ സ്പേസ് ഈസ് ഓൾസോ പൊളിറ്റിക്കൽ. അതാണ് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ്. ഇപ്പം ഞാൻ പണിയെടുത്ത് ഇത്ര നേരം ക്ലാസ് ഒക്കെ എടുത്ത് ക്ഷീണിതനായിട്ട് വീട്ടിൽ പോയിട്ട് ഇരിക്കുക, ഫുഡ് എടുത്തോ, റെഡി ആയില്ല, ഇത്ര നേരം നിനക്ക് ഫുഡ് ഉണ്ടാക്കാറായില്ലേ? വൈ? ബിക്കോസ് ഐ സ്ട്രോങ്ലി ബിലീവ്, ഐ ഡോണ്ട് ബിലീവ്, ബട്ട് എ ഹസ്ബൻഡ് സ്ട്രോങ്ലി ബിലീവ്സ് ദാറ്റ് ഈക്വലി ജോലി ചെയ്തിട്ട് വരുന്ന ഒരാളാണെങ്കിൽ വൈഫ് ഈസ് സപ്പോസ് ടു ആക്ച്വലി ഗെറ്റ് ദ ഫുഡ് റെഡി, അല്ലേ? അപ്പൊ ആ വീട്ടിലെ ഹൗസ് കോഴ്സ് ഡിവിഷനിൽ തന്നെ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ പേഴ്സണൽ സ്പിയറിൽ തൊട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? പൊളിറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. വിൽ ടോക്ക് അബൌട്ട് ഫെമിനിസം ലേറ്റർ. ബട്ട് ഈ കൺസെപ്റ്റ് ഒക്കെ ആരിലെ നമുക്ക് പല പഴയ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന പല തിങ്കേഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നാളെ ഫ്രൈഡേ അല്ലേ?
നാളെ നമുക്ക് ഓൺലൈനായിട്ട് സെഷൻ എത്തിക്കുന്നത്. ഞാൻ ഒന്നുമില്ല, ലോഗിൻ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യിൽ, ലോഗിൻ ചെയ്ത് ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരിക്കും. ഓക്കെ. ഇന്ന് ഭയങ്കര മഴ പെയ്തപ്പം ഐ തോട്ട് ദാറ്റ് വിൽ മേക്ക് ഇറ്റ് ഓൺലൈൻ, ബട്ട് അഗെയിൻ ഐ ഡിസൈഡ് ടു കം. സോ വിൽ സി. ഞാൻ നാളെ രാവിലെ ഇവിടെ രാവിലെ മേ ബാച്ച് ഉണ്ട്. ഇവിടെ ഏതൊക്കെ ബാച്ച് ഇരിക്കുന്നത്? മേ ബാച്ച് ഉണ്ടാവില്ലല്ലോ. രാവിലെ ആരാ ക്ലാസ്? ഞാനല്ലേ? ഓക്കെ. അല്ല ഒന്നുമില്ല, രാവിലെ പിള്ളേരെ കാണാൻ പോണം. മീൻ നാളെ പരീക്ഷ തുടങ്ങല്ലേ? നാളെ ഉച്ച ക്ലാസ് ഉണ്ട്. ഉച്ച ക്ലാസ് ഉണ്ട്. ഇല്ല, രാവിലെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ 9 മണിക്ക് അവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുകൊണ്ട് 9 മണിയാകുമ്പോൾ എന്നെ ഇറക്കി വിടും അവർ. ബേസിക്കലി ഞാൻ എല്ലാ മെയിൻസ് എക്സാമിനേഷനും മുമ്പ് രാവിലെ കുട്ടികളെ കാണാനായിട്ട് ഞാൻ സെന്ററിൽ പോവാറുണ്ട്. നാളെ രാവിലെ വുമൻസ് കോളേജ് ആയിരിക്കും. വുമൻസ് കോളേജ് തന്നെ. അത് തന്നെ. അപ്പൊ പിള്ളേർ പറയും വുമൻസ് കോളേജിൽ കയറി വരുമ്പോഴത്തേക്കും 2 കാര്യങ്ങൾ കാണും. ആ മരവും കൂടെ നിൽക്കുന്ന സാറിനെ കാണുമെന്ന് പറയും. സോ ദാറ്റ് ഹാസ് ബീൻ ദെയർ ഫോർ 4-5 years. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നാൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന ആളാണല്ലോ. രാവിലെ പരീക്ഷ എഴുതാൻ നേരത്തെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ കയറി വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ടു സീ സമൺ ഹു ഇസ് ഫെമിലിയർ. ദാറ്റ്സ് അങ്ങനെ ഞാൻ പോയി തുടങ്ങിയത്. പിന്നെ ഇറ്റ് ബിക്കംസ് എ ട്രഡീഷൻ. ഓക്കെ, സീ യു ടുമോറോ. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.